നമസ്കാരം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ സെമിനാറിന് സാക്ഷ്യം വഹിക്കുന്ന ജിജ്ഞാസുക്കളായ പഠിതാക്കൾക്കും ഭാരതീയ ദർശനങ്ങളിൽ തൽപരരായ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എല്ലാ സഹൃദയർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ലോക ദാർശനികതയ്ക്ക് മുന്നിൽ ഭാരതത്തിന്റെ പ്രോജ്വലമായ ദാർശനിക ഗരിമ വിളംബരം ചെയ്ത ആചാര്യശ്രേഷ്ഠനാണ് ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദർ. ഋഷിപ്രോക്തമായ വേദസാരമായ അദ്വൈത ദർശനത്തിന്റെ പ്രയോക്താവായ ആചാര്യസ്വാമികൾ തന്റെ പ്രൗഢങ്ങളായ രചനകളിലൂടെ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിലൂടെ വേദസാരമായ അദ്വൈത ചിന്തയ്ക്ക് യുക്തിയുക്തവും സുദൃഢവുമായ ഒരു ദാർശനിക പരിസരം ഒരുക്കുകയായിരുന്നു. സർവസംഗപരിത്യാഗിയായ ഒരു ഋഷിയുടെ, ഒരു സന്യാസിയുടെ ദാർശനിക കരുത്ത് നമുക്ക് ആചാര്യസ്വാമികളിൽ കാണാം. വശ്യവചസ്സായ ഒരു കവിയുടെ കാവ്യസൗന്ദര്യം തുളുമ്പുന്ന വാക്കുകൾ നമുക്ക് ആചാര്യസ്വാമികളിൽ നിന്നും വായിച്ചെടുക്കാം. അദ്വൈത സാരം ഉൾക്കൊണ്ട, പ്രപഞ്ചം മുഴുവൻ ഒന്നെന്ന് തിരിച്ചറിഞ്ഞ ഒരു ദാർശനിക ധീരത, ഒരു ഋഷിപ്രജ്ഞ നമുക്ക് ആചാര്യസ്വാമികളിൽ ദർശിക്കാം. ശങ്കരാചാര്യസ്വാമികളിലൂടെയാണ്, ശങ്കരദർശനത്തിലൂടെയാണ് ഭാരതം ലോക സംസ്കൃതിയോട് സംവദിച്ചത്, ലോക ദാർശനികതയോട് സംസാരിച്ചത്. ഇന്നും പ്രസക്തമായ, ജിജ്ഞാസുക്കളെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യസ്വാമികളുടെ ജീവിതത്തെയും ദർശനത്തെയും ശ്രീശങ്കരാചാര്യ ജയന്തി ദിനമായ ഇന്ന് മനനം ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഒരു വിനീതമായ ശ്രമമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വെബിനാർ. ഇന്ന് 2020 ഏപ്രിൽ 28 ശങ്കര ജയന്തി ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്കറിയാം, ലോകമെങ്ങും ഒരു മഹാമാരിയുടെ ഭീതിയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ ഇന്റർനെറ്റിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കളുമായി ഒരു സംവാദം, ഒരു ആശയ വിനിമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ലക്ഷ്മി ശങ്കർ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. 8ാമത്തെ വയസ്സിൽ കാലടിയിൽ നിന്ന് ആരംഭിച്ച ആചാര്യസ്വാമികളുടെ ജീവിത സപര്യ 32ാം വയസ്സിൽ സമാധിയാകുന്നതുവരെ ജ്ഞാന സഞ്ചാരത്തിന്റെ അത്ഭുതങ്ങളായ പല രചനകൾക്കും പല കർമ്മങ്ങൾക്കുമാണ് സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കപ്പുറത്ത് ഭാരതത്തെ സാംസ്കാരികമായി, ഭാരതത്തെ ദാർശനികമായി സമന്വയിപ്പിക്കുന്നതിന് ആചാര്യസ്വാമികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഈ കാലത്ത് ആചാര്യസ്വാമികളുടെ ജീവിതവും ദർശനവും എത്രമാത്രം പുതിയ തലമുറ ഉൾക്കൊള്ളുന്നു, കാലത്തിനതീതമായി ശ്രീശങ്കരാചാര്യരുടെ ചിന്തകൾ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ആചാര്യസ്വാമികളുടെ ജയന്തി ദിനത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്. മഹാനായ ഒരു ആചാര്യന്റെ ജയന്തി, അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ ദർശനം, അത് പഠിച്ചുകൊണ്ടും അത് ജീവിതത്തിൽ കൊണ്ടുമാണ് നിർവഹിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഭാരതത്തിന്റെ ഈ ദാർശനിക കരുത്ത് പ്രതിസന്ധികൾ നിറഞ്ഞ ഇന്നത്തെ കാലത്ത്, ആകുലതകൾ നിറഞ്ഞ സമകാലിക ജീവിത സാഹചര്യങ്ങളിൽ എത്രമാത്രം ആത്മവിശ്വാസവും ആത്മവീര്യവുമാണ് ഒരാൾക്ക് നൽകുന്നത് എന്ന് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ഭാരതീയ ദർശനങ്ങളിലെ സനാതന ചിന്തകളെ, യുക്തിയുക്തമായ ചിന്താപദ്ധതിയെ ഉൾക്കൊള്ളുവാനുമുള്ള സഫലമായ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ വെബിനാറിൽ സംസ്കൃത വേദാന്ത പഠന മേഖലയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ പങ്കുചേരുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹൃദയർക്കും ഈ വെബിനാറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ജീവിതവും ദർശനവും നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ആചാര്യസ്വാമികളുടെ ജീവിതത്തിൽ നിന്ന്, ആചാര്യസ്വാമികളുടെ ചിന്തകളിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ചിന്തയുടെ സാധ്യതകൾ തിരിച്ചറിയാനാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്
ഈ സഫലമായ ശ്രമം സഹൃദയ ലോകത്തിനു മുന്നിൽ, ജിജ്ഞാസുക്കളായ പഠിതാക്കൾക്ക് മുന്നിൽ അവരുടെ ചിന്തയെ പ്രചോദിപ്പിക്കും എന്ന പ്രതീക്ഷയോടുകൂടി സമർപ്പിക്കുന്നു. നമസ്കാരം. വിദിതാഖില ശാസ്ത്ര സുധാ ജലധേ महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं भव शङ्कर देशिक मे शरणम्. करुणावरुणालय पालय मम भवसागर दुःखविदूरहृदम्. रचयाखिल दर्शन तत्त्वविदम् भव शङ्कर देशिक मे शरणम्. भवता जनता सुहिता भविता निजबोध विचारण चारुमते कलयेश्वर जीव विवेकविदम् भव शङ्कर देशिक मे शरणम्. भव एव भवानिति मे नितरम् समजायत चेतसि कौतुकिता. मम वारय मोह महाजलधिम् भव शङ्कर देशिक मे शरणम्. सुकृते धिकृते बहुधा भवतो भविता समदर्शन लालसता. अधिदीनमिमम् परिपालय मां भव शङ्कर देशिक मे शरणम्. जगदीमविदुम् कलिता कृतयो विचरन्ति महामहसश्चलता. अहिमांशुरिवात्र विभासि गुरु भव शङ्कर देशिक मे शरणम्. गुरुपुङ्गव पुङ्गव केतनते समतामयताम् नहि कोऽपि सुधि. शरणागत वत्सल तत्त्वनिधे भव शङ्कर देशिक मे शरणम्. विदिदानमया विशदैककला न च किञ्चन काञ्चनमस्ति गुरो. द्रुतमेव विधेहि कृपां सहजम् भव शङ्कर देशिक मे शरणम्. भव शङ्कर देशिक मे शरणम्. भव शङ्कर देशिक मे शरणम्. നമസ്കാരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് ആചാര്യസ്വാമികളുടെ ജീവിതത്തെയും ദർശനത്തെയും പഠിക്കുന്നതിനും അത് പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി നടക്കുന്ന ഈ വെബിനാറിൽ സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ ഉത്തരവാദിത്വം. ഈ പരിപാടിയിൽ പ്രാർത്ഥന ആലപിച്ചത് ശ്രീകൃഷ്ണ കോളേജിലെ തന്നെ ഡിഗ്രി വിദ്യാർത്ഥികളായ കാവ്യയും രുദ്രയും ചേർന്നായിരുന്നു. ആചാര്യസ്വാമികളുടെ തോടകാഷ്ടകമാണ് ആചാര്യസ്വാമികളുടെ ശിഷ്യരിൽ പ്രമുഖനായ തോടകാചാര്യർ രചിച്ചു എന്ന് കരുതപ്പെടുന്ന തോടകാഷ്ടകമാണ് അവർ പ്രാർത്ഥനാഗീതമായി ആലപിച്ചത്. ഈ ഓൺലൈൻ സെമിനാറിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ശ്രീകൃഷ്ണ കോളേജിന്റെ പ്രിൻസിപ്പൽ സമാദരണീയയായ പ്രൊഫസർ MR ലൗലി ടീച്ചറാണ്. ഫിസിക്സ് വിഭാഗം അധ്യാപിക കൂടിയായ ഡോക്ടർ ലൗലി ടീച്ചർ ശ്രീകൃഷ്ണ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ്. ഏറെ ആദരവോടെ ടീച്ചർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ശങ്കര ജയന്തി വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ലോകപ്രസിദ്ധ സംസ്കൃത പണ്ഡിതനും ഞങ്ങളുടെയൊക്കെ സമാദരണീയനായ ഗുരുനാഥനുമായ ഗുരുവായൂർ രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ സാഹിത്യ വിഭാഗം അധ്യാപകൻ, ദീർഘകാലം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സാഹിത്യ വിഭാഗം ഹെഡ് ഒക്കെയായി പ്രവർത്തിച്ച പ്രസിദ്ധ സംസ്കൃത പണ്ഡിതൻ, സംസ്കൃത പാരമ്പര്യം നിറഞ്ഞ സമാദരണീയനായ പ്രൊഫസർ PC വാസുദേവനിളയത് മാഷിന്റെ പുത്രൻ പ്രൊഫസർ PC മുരളി മാധവൻ സാറാണ്. ഏറെ സന്തോഷമുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സഹൃദയ ലോകത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നതിന്. ഏറെ ആദരവോടുകൂടി പ്രൊഫസർ PC മുരളി മാധവൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു.
ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വേദാന്ത വിഭാഗം അധ്യക്ഷ ഡോക്ടർ കെ മുത്തുലക്ഷ്മി ടീച്ചറാണ്. വേദാന്തത്തെ തന്റേതായ ചിന്താപദ്ധതികളിലൂടെ, തന്റെ യുക്തിയുക്തമായ ചിന്താവഴികളിലൂടെ വേദാന്തത്തിലെ ദാർശനിക സമസ്യകൾക്ക് എന്നും ഉത്തരം തേടാൻ ശ്രമിച്ചിട്ടുള്ള ഡോക്ടർ കെ മുത്തുലക്ഷ്മി ടീച്ചറുടെ സാന്നിധ്യം ഞങ്ങൾക്കേറെ സന്തോഷം തരുന്നതാണ്. ഡോക്ടർ കെ മുത്തുലക്ഷ്മി ടീച്ചർക്ക് ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്, ആദ്യ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്തു കൂടിയായ ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മയാണ്. അദ്ദേഹം കാലടി ശ്രീശങ്കര കോളേജിലെ വേദാന്ത വിഭാഗം അധ്യാപകനാണ്. യുവതലമുറയിൽപ്പെട്ട വേദാന്ത ദർശനത്തിന്റെ പ്രയോക്താക്കളിൽ ഏറെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ശ്രീകൃഷ്ണ കോളേജിനും സംസ്കൃത വിഭാഗത്തിനും ഏറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ഹരിക്ക് സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ ഇവരൊക്കെ ഈ പരിപാടിയിൽ പങ്കുചേരുന്നുണ്ട്. ഡോക്ടർ സുധാ ഇ കെ വിവേക ചൂടാമണിയിലെ ആചാര്യസ്വാമികളുടെ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ സുധ ടീച്ചർക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ വിശ്വജായസ് നായർ ആചാര്യസ്വാമികളുടേതിൽ നിന്ന് കരുതപ്പെടുന്ന അതിമനോഹരമായ കാവ്യമായ കനകധാരാ സ്തോത്രം ഇവിടെ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഡോക്ടർ വിശ്വജായസ് നായർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഉമാ സിയൻ ഗുരുസങ്കല്പം ആചാര്യസ്വാമികളുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ ആസ്പദമാക്കി ഒരു പഠനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിലെ അധ്യാപികയായ ഡോക്ടർ ഉമാ സിയൻ, ഉമ ടീച്ചർക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിക്കുന്നു. ഞങ്ങളുടെ 2 വിദ്യാർത്ഥികൾ, ഏറെ സന്തോഷമുണ്ട്, ഞങ്ങളുടെ 2 വിദ്യാർത്ഥികൾ ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കുമാരി ലക്ഷ്മി ആചാര്യസ്വാമികളുടെ മനീഷാ പഞ്ചകത്തിന് ഒരു ആമുഖം ഇവിടെ അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ കോളേജിലെ MA വിദ്യാർത്ഥിനിയായ കുമാരി നയന ആചാര്യസ്വാമികളുടെ ജീവിതത്തെയും കൃതികളിലൂടെയുമുള്ള ഒരു ചെറിയ സഞ്ചാരം, അങ്ങനെ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നു. നയനയ്ക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇതിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ തന്നെ വിദ്യാർത്ഥിയായ MA വിദ്യാർത്ഥിയായ കുമാരി അപർണയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപർണയ്ക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹൃദയർക്കും, എല്ലാ ജിജ്ഞാസുക്കൾക്കും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും, ശ്രീകൃഷ്ണ കോളേജിന്റെയും സംസ്കൃത വിഭാഗത്തിന്റെയും അഭ്യുദയകാംക്ഷികളായ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ശ്രീകൃഷ്ണ കോളേജിലെ ഞങ്ങളുടെ അധ്യാപകർ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീശങ്കരാചാര്യരുടെ ജയന്തി ദിവസം ആചാര്യസ്വാമികളുടെ ദർശനത്തെ കൂടുതൽ അറിയാൻ, അത് നമുക്ക് തരുന്ന ഉൾക്കരുത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ, അത് ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നമുക്ക് എത്രമാത്രം ആത്മവീര്യം നൽകും എന്ന് തിരിച്ചറിയാൻ ഈ ശ്രമം ഉതകുമെങ്കിൽ ഞങ്ങൾ ഏറെ കൃതാർത്ഥരായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പരിപാടികൾ തുടരുന്നതാണ്. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീകൃഷ്ണ കോളേജിന്റെ പ്രിൻസിപ്പൽ ലൗലി ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Good morning. Respected Murali Madhavan sir, Dr. Muthulakshmi, Dr. Harikrishnan Sharma, my colleagues from Department of Sanskrit and my dear students, a warm welcome to you all. Today we are celebrating 1232nd birth anniversary of Sri Adi Shankaracharya. The reason why we are celebrating his birth anniversary even after 1200 years shows how relevant his teachings are even today. In this context, it is commendable that our Department of Sanskrit is organizing this webinar. I appreciate the efforts taken by the head of the Department of Sanskrit, Dr. Lakshmi Shankar, ably supported by her colleagues and students in conducting this webinar and collaborating everyone
especially during this lockdown period. I wish you all the success. Thank you. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. The chairman of the seminar, the principal of Sri Krishna College, Guruvayur, the head of the department, Dr. Lakshmi Shankar, and her entire teaching and non-teaching team, my dear students, it gives me immense pleasure and proud to present before you my inaugural lecture today on this auspicious Shankara Jayanti day. It is a matter of great pleasure that the department, the postgraduate department of Sanskrit of Sri Krishna College, Guruvayur, has come forward to organize such a very meaningful academic event to commemorate the great scholar, poet, ascetic, and that great national leader of integration, Sri Shankaracharya, on his birthday celebrations. Age cannot wither, nor custom stale the infinite variety of the genius called Shankara. Shankara is the epitome of India. Even after more than 1,000 years, the manifold effects of his gigantic impact in the form of commentaries, prakarana works, and sweet devotional hymns are palpable everywhere. He lived for only 32 years, but he continues scoring centuries in the world of thought, life, and light. For Sri Shankara's life is the shining example of Indian philosophy and spirituality lived and applied to daily life. He is the example of religion in action. No intellectual genius before or after Shankara had his scholarship and learning. As a saint and a yogi, he was one of the greatest the world has ever produced. As a preacher, he was the most outstanding. As an intellectual, he was without an equal. And as a commentator, he was the most authoritative and the most prolific. As an organizer, reformer, and a man of action, he was unparalleled. As a singer, he was the bard unsurpassed. As a creative writer, he is in the forefront of all creative writers. If we are to understand this grand multi-dimensional aesthetic and appreciate his works, we have to capture an understanding of the climate of thought in which he lived and functioned. At the time, there were various conflicting systems of thought in which he lived and functioned. At that time, there were various conflicting systems of thought in India, and the condition that prevailed can be best characterized as nebulous. Socially, philosophically, as well as religiously, there was no central rallying point from which men could view the entire panorama of Indian thought. The several systems of thought were narrow and self-sufficient and had nothing to do with one another. Sri Shankara,
makes a direct reference to the prevalent sex in his time in Dashashloki. Na Sangyam, na Shaivam, na Tat Pancharatram, na Jainam, na Mimam Sagadair Matamva. Vishishtanubhutya Vishuddhatmagatvat Tadego Vasishtaha Shiva Kevaloha. It was at such a time that the mastermind of Sri Shankara set to work to produce unity in the field of religion, culture and philosophy. We find clearly from a study of Shankara's works that his purpose was to reduce to unity and harmony under the hegemony of Vedanta. The multiplicity of collecting thought systems without destroying the integrity of the prevalent faiths. He could have brought everything to a dull level of uniformity, but he did not do that, for it militated against his idea of the richness of diversity in the world of faiths. Unity in diversity was his aim and not uniformity. Diversity connotes richness, but diversity, when it destroys the central unifying car, becomes chaotic and enemy of all progress and well-being of the society. Sri Shankara tries to introduce the meditating element among them and found it in the great philosophy of Vedanta, which was proclaimed as ultimate reality, a principle that is personal as well as impersonal, immanent as well as transcendent. As such, he fully deserved the title of Shanmata Sthapana Acharya. In his missionary work of propagating the great philosophical truths of the Upanishads, Acharya Shankara had a variety of efficient weapons in his resourceful armory. He appealed to the intellect through great commentaries on the Brahma Sutra, the Bhagavad Gita and the Upanishads, heavily laden with irresistible arguments in vigorous Sanskrit prose, lucid in style, simple, with irresistible arguments. The Prakarana Granthas, explaining the Vedantic truths in a short form, in a very simple and brief way. To appeal to the heart, he produced out sweet devotional songs in which his pen danced itself to the rhythm of his heart and to the swing of his thoughts. I quote one or two examples from Saundarya Lahari, his mastermind, his masterwork. Konal Kanjidama Karikalabhakumbhastananada Parikshena Madhye Parinada Sharat Chandra Vadana Dhanurbanan Pasam Srinimabidadhana Karatalaye Purastadastamna Puramadhituraho Purushika. Again, Naram Varshiyamsam Nayanavirasam Narmasujadam Tavapangaloke Patitam Anudhavanti Satasha Galadvani Bandha Kuchakalasa Visrastasachaya Hatha Truptil Kanjo Vigalita Dukula Yuvataya. There are several examples like this. What is the crux of Shankara Advaita Vedanta? This entire universe consists of two categories, that is Kshetra and Kshetrajna, the inanimate and the animate. Kshetrajna is Jiva. All his activities have the simple purpose of getting happiness
and avoiding grief. He does not always succeed. On the other hand, he gets inescapably enmeshed in the web created by himself. Shastra says that his basic error is that he considers himself to be the body and searches for happiness outside him. Even though, in fact, he is actually bliss himself. That he does not know, this is his avidya, and in mistaking the body for himself is his adhyasa. How I am not the body? In deep sleep, that is sushupti, you have no connection with the body, etc. And you enjoy your own natural bliss. If it is natural, why do I miss it while awake? It is because you commit the mistake of considering yourself as the body. Why do I commit this mistake? It is because you do not know what you are and when you are totally free from the body, etc. Then whom am I? You are the Brahman. You are Brahman. Then what is Brahman? It is the material cause of this whole universe, including your body. How do I understand that I am Brahman? Brahman is Satyam, unchanging. Jnanam, that stuff which takes the form of various knowledge. And Anandam, unlimited in every sense of the word. The universe is Satyam, that is changing, and Jada, inert, and Sandam, just opposite to Anandam, limited, unlike Brahman. So this is the great gamut of the Vedanta, Advaita Vedanta. Shankara has done it very well. He abridged the entire Vedantic lore, Vedantic principles into a small verse. Vastu Satyam Jagan Mithya Jivo Brahmaiva Navara. As a Shastrakara, he has done commendable work, the authoritative work, without any parallel in the world of Nyaya Shastra, Vedanta Shastra, Mimamsa Shastra, Sankhya Shastra, and all. In Kavya, in the form of Kavya, in Sahitya, he was unparalleled. I am very happy to inaugurate this very serious academic event in the form of a seminar on Shankara Vedanta organized by the Postgraduate Department of Sanskrit of Sri Krishna College, Guruvayur. Thank you. നമസ്കാരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിന്റെ ഉത്സാഹത്തിൽ നടത്തുന്ന ഈ ശങ്കര ജയന്തി പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വളരെയധികം സന്തോഷം. കാരണം ഇന്ന് നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ അനിശ്ചിതത്വവും കാലുഷ്യവും ഇതിനെയൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു കർത്തവ്യബോധത്തിലൂടെയും ഒരു ക്രിയാത്മകതയിലൂടെയും കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശങ്കര ജയന്തിയുടെ ഭാഗമായി നടത്തുന്ന ഈ ഒരു പരിപാടി അത്തരമൊരു പ്രവർത്തനത്തിന്റെ ഒരു മാതൃകയാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ആദ്യമായി ഞാൻ ഈ സംസ്കൃത വിഭാഗത്തിനെ അഭിനന്ദിക്കുന്നു. സന്തോഷം. ഇന്ന് സംസാരിക്കാനായിട്ട് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം എന്താണ്? ചിന്തയുടെ സർഗാത്മകത എന്നുള്ളതാണ്. ശങ്കരാചാര്യർ നമുക്ക് കാണിച്ചു തന്ന ജ്ഞാനദർശനം, അദ്ദേഹം സ്വന്തം കൃതികളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ള ജ്ഞാനദർശനം എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ചിന്തയുടെ ക്രിയാത്മകതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്നൊരു ചോദ്യം. ഐതരേയ ഉപനിഷത്തിലുള്ള ഒരു മഹാവാക്യം നമുക്കെല്ലാവർക്കും അറിയാം, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതാണ്.
അദ്വൈതത്തിന്റെ സാരം അടങ്ങിയതായി നമ്മൾ 4 മഹാവാക്യങ്ങളെ പറയുന്നു. അതിൽ അനുഭവവാക്യമുണ്ട്, ഉപദേശവാക്യമുണ്ട്, നിർദ്ദേശവാക്യമുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന ഐതരേയ ഉപനിഷത്തിലെ വാക്യത്തിനെ നമ്മൾ ലക്ഷണവാക്യമായിട്ടാണ് പറയുക. ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ് പ്രജ്ഞാനം, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് പ്രജ്ഞാനം എന്നുള്ളതാണ്. ബ്രഹ്മത്തിന്റെ സ്വരൂപമായി നാം പ്രജ്ഞാനത്തിനെ മനസ്സിലാക്കുമ്പോൾ അതൊരു പൂർണ്ണമായ ജ്ഞാനമാണ്. ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ് അവിടെയുള്ളത്. ഈ പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് എത്താനുള്ള യാത്രയുടെ സ്വഭാവം എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ എല്ലാവരും ആ യാത്രയുടെ, ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒരാൾക്കാരാണ്. ഈ ഒരു പൂർണ്ണമായ ജ്ഞാനത്തിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനം, അതില്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ പ്രധാനമാണ് നമ്മൾ ആ യാത്രയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. അദ്വൈതത്തിന്റെ ഒരു രീതിശാസ്ത്രമായി നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാം, അധ്യാരോപ അപവാദ ന്യായം. അധ്യാരോപം എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായ ജ്ഞാനത്തിനെ, നമ്മുടെ ഒരു ഉപരിതലത്തിലുള്ള ജ്ഞാനത്തിനെ, അതിനെ പരിശോധിച്ചുകൊണ്ട് എന്താണ് അതിലെ തെറ്റായ അംശങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനെ നിരസിച്ചുകൊണ്ട് നിവാരണം ചെയ്തുകൊണ്ട് ശരിയായ ജ്ഞാനത്തിൽ എത്തുക. അതാണ് അധ്യാരോപവും അപവാദവും. ഇതിനെ നമ്മൾ ഒരു പ്രത്യേക ഗ്രന്ഥത്തിന്റെയോ പ്രത്യേക ശാസ്ത്രത്തിന്റെയോ ഒക്കെ ഒരു മണ്ഡലത്തിൽ നിന്ന് അതീതമായി നോക്കിക്കൊണ്ട് എങ്ങനെയാണ് നാം നമ്മുടെ ഓരോ ജ്ഞാനത്തിനെയും ഓരോ അറിവിനെയും ഈ ഒരു അധ്യാരോപ അപവാദ പ്രക്രിയ ഉപയോഗിച്ച് പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുക, പൂർണ്ണതയിലേക്ക് അടുപ്പിക്കുക എന്ന് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അധ്യാരോപ അപവാദ പ്രക്രിയ എന്ന് പറയുന്നത് നാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അധ്യാരോപ അപവാദ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ശ്രവണം, മനനം, നിധിധ്യാസനം മുതലായ സാധനകളൊക്കെ അദ്വൈതത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ശ്രവണം എന്ന് പറയുന്നത് എന്താണ്? യുക്തിയുക്തമായി ഒരു ആശയത്തിനെ മനസ്സിലാക്കുക, കൃത്യമായി ആ ഒരു ശാസ്ത്രത്തിന്റെ, ഒരു ഗ്രന്ഥത്തിന്റെ, ഒരു പാഠത്തിന്റെ താത്പര്യം എന്താണെന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്നതിനാണ്, അങ്ങനെ ശ്രവിക്കുന്നതിനാണ് ശ്രവണം എന്ന് നമ്മൾ പറയാം. ആ ഒരു ശ്രവണം, അതിനെ തുടർന്നുണ്ടാകുന്ന മനനം, അതിനെ തുടർന്നുണ്ടാകുന്ന നിധിധ്യാസനം, ഈ ഓരോ പ്രക്രിയയും അധ്യാരോപമായാലും അധ്യാരോപ അപവാദ പ്രക്രിയയായാലും ശ്രവണമോ മനനമോ നിധിധ്യാസനമോ ഒക്കെ ആയാലും നമ്മൾ ജ്ഞാനത്തിന്റെ ഓരോ തലങ്ങളിൽ നടക്കുന്ന പ്രക്രിയയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ശ്രവണം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പോലെ ഒരു അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൽ പെടുന്ന ഓരോരുത്തർക്കും ശ്രവണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. കാരണം നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നു, ഭാഷണം. പക്ഷേ ആ ഭാഷണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ കുട്ടികളെ കേൾക്കൽ കൂടെയാണ്. ഈ ഭാഷണം എന്ന് പറയുന്നതിന്റെ മറുപുറമാണ് ശ്രവണം എന്ന് പറയുന്നത്. ശ്രവണം എന്ന് പറയുന്നതിന്റെ മറുപുറമാണ് ഭാഷണം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഒരു ശ്രവണം ഭാഷണമായി തീരുന്നത്, എപ്പോഴാണ് ഒരു ഭാഷണം ശ്രവണമായി തീരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രവണം ഭാഷണത്തിനെ രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഭാഷണം ശ്രവണത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്രവണമായാലും ഭാഷണമായാലും. ശങ്കരാചാര്യർ ഉപദേശ സഹസ്രിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു സംവാദം ശ്രവണത്തിന്റെയും ഭാഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക, ഗുരു മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ മാർഗരേഖ ശങ്കരാചാര്യര് ഈ ഉപദേശ സഹസ്രിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ശ്രവണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രഹ്മസൂത്രത്തിന്റെ ആവൃത്യധികരണത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയും, ദർശന പര്യവസാനാനി ശ്രവണാദീനി എന്ന് പറയും. ദർശനം വരെ,
ആത്മസാക്ഷാത്കാരം വരെ, ആത്മസാക്ഷാത്കാരത്തിൽ ചെന്നെത്തേണ്ടുന്നവയാണ്. അതുവരെ നമ്മൾ അനുശീലിക്കേണ്ട കാര്യങ്ങളാണ് ശ്രവണവും മനനവും നിധിധ്യാസനവും എന്ന് പറയും. അതുകൊണ്ട് അതിന്റെ ഒരു ആവൃത്തി ആവശ്യമാണ് എന്നാണ് ശങ്കരാചാര്യർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തി കൊണ്ടും ഓരോ പ്രക്രിയയിലൂടെയും നമ്മളിൽ അടങ്ങി ഉള്ളിലുള്ള നാം സ്വാംശീകരിച്ചിരിക്കുന്ന അറിവിലെ അയഥാർത്ഥമായ അംശങ്ങളെ അകറ്റി, ഓരോ പ്രക്രിയ കൊണ്ടും ഓരോ യഥാർത്ഥ അംശത്തിനെ അകറ്റി ജ്ഞാനത്തിനെ പൂർണ്ണതയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രക്രിയയായിട്ട് നമുക്ക് ഈ ഒരു ശ്രവണ മനന നിധിധ്യാസനങ്ങളുടെ ഒരു ആവൃത്തിയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ശങ്കരാചാര്യർ അവിടെ ഒരുപാട് പൂർവപക്ഷങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട്, എന്തിനാണ് മറ്റ് ജ്ഞാനങ്ങളെ പോലെ അല്ലല്ലോ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്, അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ലേ, അപ്പൊ ആവൃത്തിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള പൂർവപക്ഷങ്ങളെ നിരസിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയും അങ്ങനെയല്ല, അത് ഓരോരോ തെറ്റായ അംശങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ശ്രവണ മനന നിധിധ്യാസനങ്ങളുടെ ആവൃത്തി നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, ആവൃത്തി നമ്മൾ ചെയ്യേണ്ടത് എന്ന് ശങ്കരാചാര്യർ അവിടെ പറയും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ശ്രവണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനെ തുടർന്ന് ഭാഷണവും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്തായാലും ഈ ഒരു പരിപാടി, ഇന്നത്തെ ഒരു പരിപാടി, ഇത്തരം സംവാദങ്ങൾ, ഇത്തരം ഭാഷണങ്ങൾ, ഇത്തരം ശ്രവണങ്ങൾ നമ്മളൊക്കെ തമ്മിലുള്ള വൈജ്ഞാനികമായ വിനിമയങ്ങളെ വളരെ അർത്ഥവത്താക്കിക്കൊണ്ട്, വളരെ ക്രിയാത്മകമാക്കിക്കൊണ്ട് നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള ആ ജ്ഞാനത്തിനെ നമ്മൾ സ്വാംശീകരിച്ച് ആ സ്വാംശീകരണത്തെ പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരു പരിപാടിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി ദിനമായ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനായ ശ്രീമദ് ആദി ശങ്കരാചാര്യ ഭഗവത്പാദ സ്വാമികളുടെ ജയന്തി ആഘോഷിക്കുകയാണ്. ഒരു ദാർശനികൻ, ഒരു വൈദ്യനും കൂടിയാണ്. അദ്ദേഹം ചികിത്സിക്കുന്നത് കേവലം സ്ഥൂല ശരീരത്തെ ബാധിച്ച ഒരു രോഗത്തെ അല്ല, എന്നാൽ സ്ഥൂല ശരീരത്തെ പോലും അപായപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ സൂക്ഷ്മ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ ബാധിച്ചേക്കാവുന്ന രോഗത്തെയാണ്. ഈ രോഗത്തെ പല പേരുകളിൽ ഭാരതീയരായ ആചാര്യന്മാർ പണ്ട് തന്നെ വിളിച്ചിട്ടുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംഭ്, ഏഷണി, കുശുമ്പ്, അസൂയ, അങ്ങനെ പല പേരുകളിലും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇതൊരു വ്യക്തി, കേവലം ഒരു വ്യക്തിക്കുള്ളതല്ല, ഇതൊരു സമൂഹത്തിന്റെ രോഗമാണ്. ലോകത്ത് ഭൗതികമായ, ലൗകികമായ, സാമൂഹികമായ ജീവിതം നയിക്കുന്ന ഏതാണ്ട് 99% ആളുകൾക്കും ഈ ഒരു രോഗമുണ്ട്. ഇത് കേവലം ഭാരതീയരുടെ മാത്രം അഭിപ്രായമല്ല. മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും പേര് കേട്ട ആളായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിനോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, എന്താ ഈ മനോരോഗ ചികിത്സ എന്ന് പറഞ്ഞാൽ? അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, സാധാരണ നിലയിൽ ഉള്ള ഒരു മനോരോഗ അവസ്ഥയിൽ നിന്നും അസാധാരണമായ മനോരോഗാവസ്ഥയിലേക്ക് കടന്ന ഒരാളെ തിരിച്ച് സാധാരണ മനോരോഗാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് മനോരോഗ ചികിത്സ എന്ന് പറയുന്നതെന്നാണ്. അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും ഒരു സാധാരണ മനോരോഗമുണ്ട്. ഈ മനോരോഗത്തെയാണ് ദാർശനികന്മാർ ചികിത്സിച്ചു കൊണ്ടിരുന്നത്. അത് കേവലം ഒരു വ്യക്തിയെ എടുത്തല്ല ചികിത്സിക്കുന്നത്, ഒരു സമൂഹത്തെ മുഴുവൻ എടുത്തിട്ടാണ് ചികിത്സിക്കുന്നത്. ഇതൊരു മാസ് ട്രീറ്റ്മെന്റ് ആണ്. ഇതിനെ കുറച്ചുകൂടി ദാർശനികമായി അടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മനോവിജ്ഞാനത്തിൽ വീണ്ടും ചില സങ്കല്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് പ്രസിദ്ധനായ ഡോക്ടർ എറിക് എച്ച് എറിക്സന്റെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പനം. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. എൻ്റെ സ്വത്വം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സംഘർഷം, ഒരു തൃപ്തിയില്ലായ്മ, ഒരു തിരിച്ചറിവില്ലായ്മ. അപ്പൊ അതിനർത്ഥം ഞാൻ ആരാണ് എന്നുകൊണ്ട് അതും ചിന്തിച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു എന്നല്ല. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ 2 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യമാണ്, ഹു ആം ഐ. ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ
നിരന്തരമായ ഒരു സ്വത്വത്തെ തേടലാണ്. ആ സ്വത്വത്തെ തേടലാണ്, എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് അന്വേഷിക്കലാണ് എൻ്റെ ജീവിതമായിട്ട് പരിണമിക്കുന്നത്, എൻ്റെ ലൗകിക ജീവിതമായി പരിണമിക്കുന്നത്. ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ ഉണർന്നതു മുതൽ ഉറങ്ങുന്നത് വരെ ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികളും ഈ സ്വത്വാന്വേഷണപരങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുക. ഒരു ഗായകൻ പാട്ടുപാടുന്നത്, ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത്, ഒരു ശില്പി ഒരു ശില്പം കൊത്തുന്നത്, ഒരു കുലാലൻ കുടമുണ്ടാക്കുന്നത്, ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്, ഒരു നേതാവ് ഭരിക്കുന്നത്, ഏത് ജോലി എടുത്താലും ആ ജോലിയെല്ലാം സ്വത്വാന്വേഷണപരമായ ജോലിയാണ് എന്നാണ്. കുറച്ചുകൂടി വേറൊരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും വസ്ത്രധാരണത്തിന്റെ ഫാഷൻ മാറി മാറി വരുന്നുണ്ട്. ഹെയർ സ്റ്റൈലിന്റെ ഫാഷൻ മാറി മാറി വരുന്നുണ്ട്. എന്തുകൊണ്ട് മാറുന്നു? ഒരു ദിവസം നമുക്ക് തോന്നുകയാണ്, ഈ വസ്ത്രത്തിൽ ഞാൻ അത്ര പോരാ, ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ കൊള്ളാം, ഇതിലത്ര പോരാ, സുഖമില്ല. ഓരോ ദിവസവും നമ്മൾ കണ്ണാടിയിൽ നിന്ന് നമ്മുടെ സ്വത്വത്തെ ഒന്ന് തിരിച്ചറിയാൻ, ഇത് തന്നെയാണോ ഞാൻ എന്നുള്ള കാര്യത്തിലൊന്ന് നിശ്ചയിക്കാനുള്ള ഒരു തത്രപ്പാട് പെടുന്നുണ്ട്. കണ്ണാടിക്ക് മുന്നിൽ മാത്രമല്ല, എല്ലാ പ്രവൃത്തികളിലും. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും ഈ സ്വത്വത്തെ, എൻ്റെ സ്വത്വത്തെ അന്വേഷിച്ചത് ഫലപ്രദമായിട്ടാണോ എന്നുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ ഈ ലോകം ഇങ്ങനെ ഈ പ്രവൃത്തികളിൽ കൂടി, ഈ കർമ്മങ്ങളിൽ കൂടി തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സ്വത്വാന്വേഷണം അതിന്റെ അവസാനത്തിൽ ഇന്നേ വരെ എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെയാണ് ഒരു ദാർശനികൻ, പ്രത്യേകിച്ചും ശങ്കരാചാര്യ ഭഗവത്പാദരെ പോലെയുള്ള ഏറ്റവും ധിഷണാശാലിയായിട്ടുള്ള ആ മഹാനുഭാവനായ കരുണാമയനായിട്ടുള്ള ആചാര്യൻ ഈ ചികിത്സയെ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തെ അന്വേഷിക്കുന്നത് ദ്വൈതങ്ങളിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ അന്വേഷണത്തിന്റെ അറ്റം കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ ഡ്രസ്സിലാണോ ഇരിക്കുന്നത്, നമ്മുടെ തൊഴിലിലാണോ ഇരിക്കുന്നത്, നമ്മുടെ അപ്പിയറൻസിലാണോ ഇരിക്കുന്നത്, നമ്മുടെ കുടുംബപരമായിട്ടുള്ളൊരു സ്ഥാനത്താണോ ഇരിക്കുന്നത്, സമൂഹത്തിലെ സ്ഥാനത്താണോ ഇരിക്കുന്നത്? ഇതെല്ലാം ദ്വൈതങ്ങളാണ്. ഇത്തരം ലൗകികങ്ങളായ പ്രാപഞ്ചികങ്ങളായ വസ്തുക്കളിലും വസ്തുതകളിലും നാം നമ്മെ തിരയുന്നുവെങ്കിൽ, അതായത് നമ്മുടെ സ്വത്വം അന്വേഷിക്കുന്നുവെങ്കിൽ, ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നുവെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. മഹാവാക്യങ്ങളുടെ അനുസന്ധാനത്തിൽ കൂടി അദ്വൈത വേദാന്തം അദ്ദേഹം വളരെ വിശാലമായി, വളരെ മധുരമായി നമ്മോട് പറഞ്ഞു തരുമ്പോൾ, ഈ സ്വത്വാന്വേഷണം നാം ഇതുവരെയും പുറത്തേക്ക് നടത്തിയിരുന്നത് ഇനി അകത്തേക്ക് നടത്തിയാൽ മാത്രമേ ഇതിന്റെ ഉത്തരത്തിലേക്ക് നാം എത്തിച്ചേരൂ എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ ഭാഷ്യം രചിക്കുന്ന വേളയിൽ അദ്ദേഹം ബൃഹദാരണ്യകോപനിഷത് ഭാഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്, അഹമസ്മീതി വിശേഷണാത് ആത്മാനമേവാവേദിതിച്ച അവധാരണാത് നിശ്ചിതമാത്മൈവ ബ്രഹ്മ ഇത്യവഗമ്യതേ. ഞാൻ ബ്രഹ്മമാണ് എന്നാണ് ആ മഹാവാക്യത്തിന്റെ അർത്ഥം. ആ മഹാവാക്യത്തെ അനുസന്ധാനം ചെയ്യുന്നത് അഹമസ്മി എന്ന് പ്രത്യേകമായിട്ട് ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ട് നാം ആ മഹാവാക്യത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ അത് കൃത്യമായും മേഘമാലകൾക്കപ്പുറത്തിരിക്കുന്ന, ഭൂലോകത്തു നിന്നും വേറിട്ട് വേറെ ഏതോ ലോകത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വരനെ പറ്റിയിട്ടല്ല പറയുന്നത്. മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ, ഓരോ പുല്ലിലും ഓരോ മരത്തിലും ഓരോ മനുഷ്യരിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആത്യന്തികമായ സത്യത്തെ പറ്റിയിട്ടാണ്. അതാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വത്വം നമ്മൾ ദ്വൈതത്തിലാണ് അന്വേഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ഉത്തരത്തിൽ എത്തിച്ചേരില്ല എന്നും പറഞ്ഞു.
അതും അദ്ദേഹം മുന്നോട്ട് ചെല്ലുമ്പോൾ ആ ഭാഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അർത്ഥചരതീയ ന്യായത്തെ പറ്റിയിട്ട് അദ്ദേഹം അത് രസകരമായിട്ടാണ് പറയുന്നത്. അർത്ഥചരതീയ ന്യായം എന്നാൽ ഒരു സ്ത്രീയെ കാണുന്നു, ആ സ്ത്രീയുടെ കുജങ്ങൾ ഇടിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അവൾ വൃദ്ധയാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ അവളുടെ ശിരസിലെ മുടി കറുത്താണിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ പറയും അവൾ യുവതിയാണ്. അപ്പോൾ ഒരേ സ്ത്രീയിൽ തന്നെ പരസ്പര വിരുദ്ധങ്ങളായ ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ആരോപിക്കാൻ പറ്റില്ല. ഇതുപോലെ അർത്ഥചരതീയ ന്യായം വഴിയായിട്ടാണ് നാം ലൗകികമായ നമ്മുടെ സ്വത്വാന്വേഷണ പ്രക്രിയകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണ പ്രക്രിയയെ ഒരിക്കലും യുക്തിയുക്തമായ ഒരു അന്വേഷണം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അത് യുക്തിയുക്തമാകണമെങ്കിൽ ഒരു ദ്വൈതവുമില്ലാത്ത, ഒരു ദ്വന്ദ്വവുമില്ലാത്ത, പരസ്പര വിരുദ്ധങ്ങളായ വിശേഷണങ്ങൾ യാതൊന്നുമില്ലാത്ത ആ ആത്മതത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ഏറ്റവും ചിന്തോദ്ദീപകമായ, വിമർശനാത്മകമായ ഒരു ചിന്താപദ്ധതിയാണ് അദ്വൈത വേദാന്തത്തിൽ കൂടി അദ്ദേഹം നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ആ ധിഷണാശാലിയുടെ ചിന്തകളിൽ കൂടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ സമൂഹ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച് സംസാരിച്ച ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലൗലി ടീച്ചർ, ഉദ്ഘാടനം നിർവഹിച്ച പ്രൊഫസർ PC മുരളി മാധവൻ സാർ, മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ K മുത്തുലക്ഷ്മി ടീച്ചർ, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മ, സംസ്കൃത വിഭാഗ അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ശങ്കർ, പ്രിയ സഹപ്രവർത്തകരെ, ഇത് വീക്ഷിക്കുന്ന സുമനസ്സുകളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീ ശങ്കര ജയന്തി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയിൽ ഭാഗാക്കാൻ കഴിഞ്ഞത് വളരെ ഒരു സന്തോഷമുള്ള അവസരമായി കണക്കാക്കുകയാണ്. ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ആത്മീയവും ബൗദ്ധികവും ദാർശനികവുമായ ചൈതന്യം പകർന്ന് നാടിനെ നയിക്കാൻ കെൽപ്പുള്ള മനീഷികൾ അതത് കാലങ്ങളിൽ ഭാരതത്തിൽ ഉദയം കൊണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മഹാമനീഷിയാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ. ഭാരതത്തിന്റെ ആത്മീയ മൂല്യങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ മഹാരാജ്യത്തിന്റെ മുഴുവൻ ജനതയെയും ഏകോപിപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ പ്രകാശം പകർന്നുകൊണ്ട് അദ്ദേഹം ദർശിച്ച അദ്വൈത തത്വചിന്ത നിത്യനൂതനമായി തന്നെ നിലകൊള്ളുന്നു. ആത്മീയ സമ്പ്രദായങ്ങളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹം വേദത്തിന്റെയും തത്വചിന്തയുടെയും മഹത്വവും മനുഷ്യവർഗത്തെ പ്രതി അവയ്ക്കുള്ള സാധ്യതകളും മനസ്സിലാക്കി. ശങ്കരാചാര്യരുടെ രചനകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ശങ്കരാചാര്യരുടെ കൃതികളെ വിശാലമായി 3 വിഭാഗങ്ങളായി തിരിക്കാം. ഭാഷ്യങ്ങൾ, പ്രകരണ ഗ്രന്ഥങ്ങൾ അഥവാ പ്രക്രിയാഗ്രന്ഥങ്ങൾ, സ്തോത്രങ്ങൾ എന്നിങ്ങനെ. പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ഭാഷ്യങ്ങൾ ആചാര്യസ്വാമികളുടേതായിട്ടുണ്ട്. സമയപരിമിതി മൂലം ഭാഷ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ശാസ്ത്രങ്ങളിലെ പ്രൗഢങ്ങളായ വിഷയങ്ങളെ, അവയിലെ സാങ്കേതിക പദങ്ങളുടെ അർത്ഥത്തെയും പ്രയോഗങ്ങളെയും കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് ആ വിഷയത്തിൽ താൽപ്പര്യമുള്ള സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അടിസ്ഥാനപരമായി വിവരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം എന്നിവ ഗുരു രചിച്ച ചില പ്രകരണ ഗ്രന്ഥങ്ങളാണ്. തന്റെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ സംസ്കരിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും മാത്രമല്ല ശങ്കരാചാര്യ ഭഗവത്പാദർ ശ്രദ്ധിച്ചിരുന്നത്. മറിച്ച് തന്റെ വിപുലമായ സ്തോത്ര സാഹിത്യത്തിലൂടെ അവരുടെ ഹൃദയത്തെ വിമലീകരിക്കാനും വികസിപ്പിക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ശൈവിസം, വൈഷ്ണവിസം മുതലായ ഇസങ്ങൾക്കപ്പുറം പരന്നൊഴുകിയ ഒരു ഭക്തിപ്രവാഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്തോത്രരചന. ശങ്കരാചാര്യ സ്വാമികളുടെ പ്രകരണ ഗ്രന്ഥമായ വിവേക ചൂടാമണിയെക്കുറിച്ച് 2 വാക്ക്. വിവേകം എന്നാൽ വിവേചനം എന്നർത്ഥം. നമ്മുടെ ദൈനംദിന ജീവിതം പരിഷ്കൃതമായ രീതിയിൽ നയിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ ഗവേഷണങ്ങളിലും ആത്മീയ ജീവിതത്തിലും ഇത് ആവശ്യമാണ്. കാരണം
ഇവ രണ്ടും അടിസ്ഥാനപരമായി സത്യത്തിന്റെ അന്വേഷണമാണ്. ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ വേണ്ടതിനെ സ്വീകരിക്കാനുള്ള അറിവാണ് വിവേകം. ചൂട എന്നാൽ ശിരസ്, മണി എന്നാൽ രത്നം. സ്വയം തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാ ഘടകങ്ങളും പരമോന്നതവും വിലപ്പെട്ടതുമാണ്. നാം വിലയേറിയ ഒരു രത്നം കാലിൽ ധരിക്കാറില്ലല്ലോ, അത് ഉത്തമാംഗമായി ശിരസിൽ തന്നെയല്ലേ ധരിക്കാറുള്ളത്. വിവേക ചൂടാമണി നമ്മുടെ ബുദ്ധിയിൽ സൂക്ഷിക്കേണ്ട, വിവേകം എന്നത് നമ്മുടെ ബുദ്ധിയിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും വിലയേറിയ രത്നം എന്ന അർത്ഥത്തിൽ വിവേക ചൂടാമണി എന്ന പദത്തെ വ്യാഖ്യാനിക്കാമെന്ന് തോന്നുന്നു. വേദാന്തം ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശം സ്വാതന്ത്ര്യവും നിർഭയത്വവുമാണ്. സമഗ്രമായ വേദാന്ത ദർശനത്തെ 60ഓളം ദാർശനിക വിഷയങ്ങളായി 580-ൽ പരം ശ്ലോകങ്ങളിലൂടെ ഇതിൽ വിവരിച്ചിരിക്കുന്നു. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദ പരമാനന്ദം സദ്ഗുരും പ്രമദോസ്മ്യഹം എന്ന ശ്ലോകത്തോടുകൂടിയാണ് വിവേക ചൂടാമണി ആരംഭിക്കുന്നത്. ഈ ശ്ലോകം ഒരേ സമയം ആചാര്യസ്വാമികളുടെ ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദർക്കും ഭഗവാൻ ശ്രീകൃഷ്ണനുമുള്ള നമസ്കാരമാണ്. ദുർലഭം ത്രയമേവേദ ദേവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. ഈ ശ്ലോകത്തിൽ ആത്മീയ ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മനുഷ്യത്വം അഥവാ മനുഷ്യനായി ജനിക്കുക എന്ന അവസ്ഥ, മുമുക്ഷത്വം മോക്ഷത്തിനായുള്ള അടങ്ങാത്ത അഭിവാഞ്ച, ഈശ്വരസ്വരൂപനായ ഒരു ആചാര്യനെ കണ്ടുകിട്ടാനും അദ്ദേഹത്തെ ആശ്രയിക്കാനും സാധിക്കുക. ഈ 3 കാര്യങ്ങളും സുകൃതികളായ മനുഷ്യർക്ക് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഇവ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ ജീവിതം ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീടുള്ള ശ്ലോകങ്ങളിലൂടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, വിവേചന ബുദ്ധി, സന്യാസം, ജ്ഞാനാർജനത്തിനുള്ള മാർഗങ്ങൾ, ബ്രഹ്മസാക്ഷാത്കാരത്തിനായി ഒരു മനുഷ്യന് വേണ്ട 4 യോഗ്യതകൾ, ആത്മസാക്ഷാത്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, അടിയുറച്ചതും ആഴത്തിലുള്ളതുമായ ഭക്തി, ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം, ഗുരുവിന്റെ സ്നേഹനിർഭരമായ ഉപദേശം, സ്വയം പരിശ്രമത്തിന്റെ മഹത്വം, പഞ്ചീകരണ പ്രക്രിയ, ഇന്ദ്രിയ വസ്തു സംബന്ധം, പഞ്ചപ്രാണങ്ങൾ, അനന്തമായ സ്നേഹം, മായ, ത്രിഗുണം, പ്രകൃതി, ആത്മ അനാത്മ വിവേചനം, ബ്രഹ്മം, അതിന്റെ സ്വഭാവം, ധ്യാനാവസ്ഥയിലെ മനോഭാവം, ചിന്തകൾ, വാസനകൾ, സമാധി, ഒരു ക്രാന്തദർശിയുടെ ലക്ഷണങ്ങൾ, അറിവ് നേടാനായി ഒരു ശിഷ്യൻ നടത്തേണ്ട പരിശീലനം, അന്തിമമായ ഉപദേശം, ഗ്രന്ഥത്തിന്റെ മഹത്വം മുതലായവ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. അധികാരിണമാശാസ്ഥേ ഫലസിദ്ധിർവിശേഷത ഉപായാ ദേശകാലാദ്യ സന്ധ്യസ്മിൻ സഹകാരിണ എന്ന ശ്ലോകത്തിൽ സാധന ചതുഷ്ടയദ്വാര ആത്മവിചാരം ചെയ്യാനുള്ള അധികാരം സിദ്ധിച്ച ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് വിശേഷ ഫലസിദ്ധി ഉണ്ടാകുന്നത്. കാലം, ദേശം തുടങ്ങിയവ ദ്വിതീയങ്ങളാണ്. ഇതൊരു മികച്ച വാക്യമാണ്. ഭാരതത്തിലെ ഓരോ വിദ്യാർത്ഥിയും ജ്ഞാനത്തിന്റെ ഉപാസകൻ, ഇങ്ങനെയുള്ള ആളുകൾ ഈ വാക്യത്തിന്റെ അർത്ഥം പരിപൂർണമായി മനസ്സിലാക്കേണ്ടതാണ്. നാം യോഗ്യരാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലൂടെയും കടന്നുപോകാൻ നമുക്ക് കഴിയും. അല്ലാത്ത പക്ഷം അനുകൂലമായ അവസ്ഥ പോലും പ്രയോജനപ്പെടുത്തി വിജയത്തിലെത്താൻ സാധിക്കില്ല. എല്ലാ ശ്ലോകങ്ങളും ഇതുപോലെ ഗഹനമായ അർത്ഥങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ രചിക്കപ്പെട്ടവയാണ്. ശബ്ദജാതം മഹാരണ്യം ചിത്തഭ്രമണകാരണം അഥ പ്രയത്നാജ്ഞാതവ്യം തത്വജ്ഞൈ തത്വമാത്മന. ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളുമെല്ലാം ശബ്ദമയങ്ങളാണ്. വലിയൊരു കാട് പോലെ ശബ്ദങ്ങൾ നീണ്ടു നീണ്ടു പോകുമെന്നല്ലാതെ അവയ്ക്ക് അവസാനമില്ല. അതിനാൽ തത്വജ്ഞാന സമ്പന്നനായ ആചാര്യനിൽ നിന്ന് അറിയേണ്ടതിനെ അറിഞ്ഞ് അവൻ കൃതാർത്ഥനാകുന്നു. ഈ അതിശയകരമായ രൂപകത്തിലൂടെ ആചാര്യസ്വാമികൾ കവിതയെയും ദർശനത്തെയും ഇഴചേർത്തിരിക്കുന്നു. ഇവിടെ
ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ വെച്ച് അദ്വിതീയ സ്ഥാനം അലങ്കരിക്കുന്ന വിവേക ചൂടാമണിയെക്കുറിച്ച് ഒരു ചെറിയ അവബോധം ഉണ്ടാക്കാൻ മാത്രമേ ഇവിടെ ശ്രമിച്ചിട്ടുള്ളൂ. വളരെ ആത്മീയവും അതേസമയം കാവ്യാത്മകവുമായ ഒരു അനുഭവം നൽകുന്ന ഒരു കൃതിയാണിത്. അനുഭൂതി സമ്പന്നനായ ഒരു സദ്ഗുരുവിന്റെ അഭാവത്തിൽ ആ സ്ഥാനം വഹിക്കാൻ കഴിയുന്ന വിശിഷ്ടവും ലളിതവുമായ ഒരു മഹനീയ ഗ്രന്ഥമാണിത്. വിവേക ചൂടാമണിക്ക് എല്ലാ ഭാരതീയ ഭാഷകളിലും ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ ലഭ്യമാണെന്ന് ഈ കൃതിയുടെ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദ പാദാരവിന്ദങ്ങളിൽ എന്റെ ഈ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ വെബിനാറിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട പ്രൊഫസർ ലവ്ലി ടീച്ചർ, ഉദ്ഘാടകനായ പ്രൊഫസർ PC മുരളീമാധവൻ സർ, മുഖ്യപ്രഭാഷക മുത്തുലക്ഷ്മി ടീച്ചർ, മറ്റു സുഹൃത്തുക്കളെ, ആത്മീയാചാര്യനും ദാർശനികനുമായിരുന്ന ശ്രീശങ്കര ഭഗവത്പാദരാൽ വിരചിതം എന്ന് വിശ്വസിക്കപ്പെടുന്ന കനകധാരാ സ്തോത്രത്തിന്റെ പാരായണമാണ് ഇവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. 22 ശ്ലോകങ്ങളോട് കൂടിയതാണ് കനകധാരാ സ്തോത്രം. അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വളരെ പ്രചാരത്തിലുള്ളതാണ്. ഐതിഹ്യം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആദ്യത്തെ 10 ശ്ലോകങ്ങൾ മാത്രമാണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അംഗം ഹരേഃ പുളകഭൂഷണമാശ്രയന്തേ ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖിലവിഭൂതിരവാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായാഃ മുഗ്ധാ മുഹുർവിദധതി വദനെ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയ സാ മേ ശ്രിയം ദിശതു സാഗരസംഭവായാഃ ആമീലിതാക്ഷമധിഗമ്യ മുദാ മുകുന്ദം ആനന്ദകന്ദമനിമേഷമനംഗതന്ത്രം ആകേകരസ്ഥിതകനീനികപക്ഷ്മനേത്രം ഭൂത്यै ഭവേന്മമ ഭുജംഗശയാംഗനായാഃ ബാഹ്വന്തരേ മധുജിത ശ്രുതകൗസ്തുഭേയാ ഹാരാവലീവ ഹരിനീലമയി വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാലാ കല്യാണമാവഹതു മേ കമലാലയായാഃ കാലാംബുദാലിലളിതോരസികൈഡഭാരേർ ധാരാധരേ സ്ഫുടതിയാ തടിതങ്കനേവ മാതുഃ സമസ്തജഗതാം മഹനീയമൂർത്തി ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായാഃ പ്രാപ്തം പദം പ്രഥമതഃ ഖലു യത് പ്രഭാവാത് മാംഗല്യഭാജി മധുമാഥിനി മന്മഥേന മയ്യാപതേത്തദിഹ മന്ധരവീക്ഷണാർത്ഥം മന്ദാലസം ച മകരാലയ കന്യകായാഃ വിശ്വാമരേന്ദ്രപദവിഭ്രമദാനദക്ഷം ആനന്ദഹേതുരധികം മുരവിദ്വിഷോപി ഈശന്നിഷീദതുമയി ക്ഷണമീക്ഷണാർത്ഥം ഇന്ദീവരോദര സഹോദരമിന്ദിരായാഃ ഇഷ്ടാവിശിഷ്ടമതയോപി യയാ ദയാർദ്രദൃഷ്ട്യാ ത്രിവിഷ്ടപദം സുലഭം ലഭന്തെ
दृष्टिः प्रहृष्टकमलोदरदीप्तिरिष्टां पुष्टिं कृषिष्ट मम पुष्करविष्टरायाः दद्याद्दयानुपवनो द्रविणाम्बुधाराम् अस्मिन्न किञ्चन विहङ्गशिशौ विषण्णे दुष्कर्म घर्ममपनीय चिराय दूरम् नारायणप्रणयिनी नयनाम्बुवाः गीर्देवतेति गरुडध्वज भामिनीति शाकम्भरीति शशिशेखरवल्लभेति सृष्टिस्थितिप्रलयकेलिषु संस्थितायै तस्यै नमस्त्रिभुवने ഗുരുസ്തരുണ്യൈ. എല്ലാവർക്കും നന്ദി. उपात्तवेषं वटशाखिमूले तद्धामदाक्षिण्यजुषास्वमुद्य जागर्तु चित्ते मम बोधरूपं. ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ സംസ്കൃത വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൺലൈൻ സെമിനാറിൽ എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മചിന്തയുടെ പരമകോടിയിൽ നിലകൊള്ളുന്ന ഭാരതത്തിലെ ഋഷി പരമ്പരയിൽ അഗ്രഗണ്യനായ ജഗദ്ഗുരു എന്ന വിശേഷണത്തെ അമൂർത്തമാക്കുന്ന പരമദാർശനികനായ ഒപ്പം തന്നെ ഭക്തസഹൃദയന്മാരെ ബ്രഹ്മാസ്വാദന തുല്യമായ രസാസ്വാദനത്തിലൂടെ വികസിത ചിത്രത്തുന്ന കവിയായ ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ രചനമായ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഗുരുസങ്കല്പം എന്നതാണ് ആദ്യത്തെ വിഷയം. ഒരു വ്യക്തിയുടെ വികാസ ശ്രമങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഒരു സാന്നിധ്യമാണ് ഗുരു. ഇവിടെ ഗുരു എന്നത് വളരെ മഹത്തായ ഒരു സങ്കല്പമാണ്. ശങ്കരാചാര്യസ്വാമികൾ സ്വയം അത്യന്തം ഗുരുഭക്തനാണ്. അദ്ദേഹത്തിന്റെ പ്രകടന ഗ്രന്ഥങ്ങൾ ആരംഭിക്കുന്നതൊക്കെ തന്നെ ഗുരുവന്ദനത്തിലൂടെയാണ്. ഗോവിന്ദ ഭഗവത്പാദർ എന്ന പരമഗുരുവിനെ ദർശിച്ചതിനു ശേഷമാണ് തൻ്റെ ഉള്ളിൽ സ്ഫുരിച്ചിരുന്ന ജ്ഞാനദീപം പരിപൂർണമായും ദീപ്തമായത്. ഇപ്രകാരമുള്ള ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഗുരു ആരാകണം, എന്തായിരിക്കണം ഗുരു ഉപദേശിക്കേണ്ടത് എന്ന് വിശദമാക്കുന്ന 10 ശ്ലോകങ്ങളാണ് ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് പറയുന്നത്. ത്രിമൂർത്തികൾ ഒന്നായ ഭഗവാൻ സദാശിവൻ സനകാദ് ഋഷിമാരുടെ ഗുരുസങ്കല്പത്തെ മാനിച്ചുകൊണ്ട് ഒരു യുവ ബ്രഹ്മചാരിയായി വടവൃക്ഷച്ചുവട്ടിൽ പരിപൂർണമായ അറിവിൻ്റെ അടയാളമായ ചിന്മുദ്രയോടുകൂടി യോഗാസനസ്ഥനായി ദക്ഷിണ ദിക്കിന് അഭിമുഖനായി ബ്രഹ്മവിദ്യയെ ഉപദേശിക്കുന്നതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ഇവിടെ സവിശേഷത എന്നാൽ വ്യാഖ്യാനം പരിപൂർണമായും മൗനത്തിലാണ്. ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാശ്ചിന്ന സംശയ എന്നാൽ ജ്ഞാനികൾ പൂർണ്ണമായും നിരന്തരമായി പരാവാക്കിൽ പ്രവർത്തിക്കുന്നവരത്രേ. അവിടെ വൈഖരി വാക്ക് തികച്ചും അപ്രസക്തയും അശക്തയുമാണ്. 10 ശ്ലോകങ്ങളിലെയും എല്ലാ വരികളും അവസാനിക്കുന്നത്, ഓരോ വരിയും അവസാനിക്കുന്നത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്നാണ്. ഇവിടെ ആരാകണം ഗുരു എന്ന ചോദ്യം. ഇവിടെ തത്വജ്ഞാനിയാകണം ഗുരു എന്ന് ശങ്കരാചാര്യർ ഉപദേശിക്കുകയാണ്. മിഥ്യ എന്ത്, യാഥാർത്ഥ്യം എന്ത് എന്ന് വിവേചിച്ചറിയാൻ ശക്തിയുള്ള ആളായിരിക്കണം ഗുരു. അനുഭവത്തിലൂടെ വിവേചിച്ചറിഞ്ഞ വ്യക്തിയായിരിക്കണം ഗുരു. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള പരിശീലനമാണ് ആദ്യമായി ഗുരു ശിഷ്യന് നൽകേണ്ടത്. ആദ്യ ശ്ലോകത്തിൽ തന്നെ ശങ്കരാചാര്യർ പറയാണ്, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ മിഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തേ നമൈദം
ശ്രീദക്ഷിണാമൂർത്തയേ. ഒരു കുട്ടി സ്വപ്നത്തിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം ആനന്ദിച്ച് കളിക്കുന്നത് കണ്ട് ഉറക്കെ ചിരിക്കുകയും സ്വപ്നത്തിൽ ഉണർന്നതിന് ശേഷം ഇവിടെ ആരുമില്ല, ഇത് സ്വപ്നമായിരുന്നു, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് പോലെ ജ്ഞാനിയായ ഒരു വ്യക്തി തൻ്റെ പ്രബുദ്ധമായ അവസ്ഥയിൽ, ജാഗ്രത അവസ്ഥയിൽ, ജ്ഞാനത്തിൻ്റെ ജാഗ്രത അവസ്ഥയിൽ തൻ്റെ ആത്മാവ് മാത്രം, താൻ എന്ന് പറയുന്ന ആ ആത്മാവ് മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ കാണുന്ന ജഗത്തൊക്കെ മിഥ്യയാണ്, താൻ അജ്ഞാനത്തിലൂടെ അതിനെയൊക്കെ ശരിയാണ് എന്ന് ധരിച്ചു എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഈ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശിഷ്യനെ ആരാണോ പരിശീലിപ്പിക്കുന്നത് അദ്ദേഹമാണ് യഥാർത്ഥ ഗുരു. ഇവിടെ ആചാര്യസ്വാമി പറയാണ്, യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപാർത്ഥകം ഭാസതേ സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ. ഗുരുവിൻ്റെ ആശ്രിതർ എന്ന് പറയുന്നത് ജിജ്ഞാസുക്കളായ ശിഷ്യന്മാരാണ്. ഇവിടെ സച്ചിത് ആനന്ദമായിട്ടുള്ള സ്ഫുരണം ഗുരുവിനുണ്ട്. ആ ഗുരുവിൻ്റെ സ്ഫുരണത്തെ തത് ത്വം അസി അന്വേഷിച്ചു വരുന്ന ശിഷ്യന് അത് നീ തന്നെയാണ് എന്ന് തൻ്റെ ഉള്ളിലുള്ളതായ ആ സച്ചിത് സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നതാരും അതാണ് യഥാർത്ഥ ഗുരു. അദ്ദേഹമാണ് യഥാർത്ഥ ഗുരു. പ്രകാരം ശിഷ്യന് മുമ്പിൽ യാതൊരു മടിയുമില്ലാതെ, യാതൊരു ഔന്നത്യവുമില്ലാതെ തൻ്റെ സ്വസ്വരൂപത്തെ പ്രകടിപ്പിക്കുന്നതാരോ അദ്ദേഹമാണ് ഗുരു. അപ്രകാരമുള്ള ഒരു ഗുരുവിന് മാത്രമേ ശിഷ്യനിലുള്ള മായ കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങളെ ദൂരീകരിക്കുകയുള്ളൂ. സ്വാത്മാനം പ്രകടീകരോതിയോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീദക്ഷിണാമൂർത്തയേ. പ്രകാരം പരമഗുരുവായിട്ടുള്ള ഒരു വ്യക്തി എല്ലാ ഐശ്വര്യങ്ങളും നേടിയവനായിരിക്കും, എല്ലാ സിദ്ധികളും തൻ്റെ ജ്ഞാനത്തിലൂടെ നേടിയവനായിരിക്കും. പക്ഷേ അതിലൊന്നും ആകൃഷ്ടനാകാതെ ജ്ഞാനമാകുന്ന പരിപൂർണ ആനന്ദത്തെ ആരാണോ എപ്പോഴും പരിഹസിക്കുന്നത്, എപ്പോഴും ആനന്ദിക്കുന്നത്, ആ ആനന്ദത്തിലേക്ക് മറ്റുള്ളവരെ എത്തിച്ചേർത്തുന്നത് അദ്ദേഹത്തെയാണ്, ആത്മചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്ന ആ വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. പ്രകാരം സ്വയം ജ്ഞാനിയായിക്കൊണ്ട് ഇതരരെ ജ്ഞാനികളാക്കുന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നതാരോ അദ്ദേഹത്തെ നമുക്ക് യഥാർത്ഥ ഗുരു എന്ന് വിശേഷിപ്പിക്കാം. പരിപക്വരായ ജിജ്ഞാസുക്കൾക്ക് മാർഗത്തെ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ ഗുരുക്കന്മാരാൽ അനുഗ്രഹീതരാണ് നാം എല്ലാവരും. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഭാരതത്തിൻ്റെ വേദാന്ത ദർശനവും ശ്രീ ശങ്കരാചാര്യരുടെ മനുഷ്യ പഞ്ചകവും ഒരു പഠനം. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ലോകത്തിൻ്റെ, വിശേഷ ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് കേരളത്തിൻ്റെ മഹത്തായ സംഭാവന എന്താണെന്നുള്ള ചോദ്യത്തിന് നൽകാവുന്ന സുവ്യക്തമായ ഉത്തരമാണ് ശ്രീ ശങ്കരാചാര്യർ എന്ന നാമം. വേദാന്ത ദർശനത്തിൻ്റെ പ്രചാരണത്തിന് സ്വന്തം യശസ്സോ ശ്രേയസ്സോ തെല്ലുപോലും കാക്ഷിക്കാതെ ആയുസ്സും വപുസും അർപ്പിച്ച മഹാനായ ആചാര്യനാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. 8-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും 21-ാം നൂറ്റാണ്ടിലും അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാചാര്യൻ അപൗരുഷേയനായി ജീവിച്ചു, ഇന്നും ജീവിക്കുകയും ചെയ്യുന്നു. ജീവിത യാഥാർത്ഥ്യത്തെ കരതലാമലകം പോലെ ദർശിച്ച ആചാര്യദർശനത്തിൻ്റെ മുഖമുദ്ര എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉദ്ധരിക്കാവുന്ന ശ്ലോകം, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ബ്രഹ്മം സത്യാ ജഗത് മിഥ്യാ ജീവോ ബ്രഹ്മൈവ നാഥന. കോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ഒരു ശ്ലോകത്തിൻ്റെ പകുതിയിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ പറയുന്നു. ബ്രഹ്മം മാത്രം സത്യം, ജഗത് മിഥ്യ, ജീവൻ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നുമല്ല. അനുഭൂതിയെ പ്രമാണമാക്കിയാണ് ആചാര്യൻ തൻ്റെ തത്വചിന്തയെയും ഉപനിഷത്തുകളിലെ പരമതത്വങ്ങളെയും തെളിയിക്കുന്നത്. അദ്വൈതവും പൂർണ്ണവുമായ ബ്രഹ്മം ഒന്നു മാത്രമേ സത്യമായി ഉള്ളൂ എന്നും നാമെല്ലാം അതിൻ്റെ പ്രതിഭാസങ്ങളോ പ്രതിബിംബങ്ങളോ
സ്ഫുലിംഗങ്ങളോ അകന്നുവെന്നുമാണ് ശങ്കരമതം. ചൈതന്യമെന്ന് മാത്രമാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നാമരൂപങ്ങളിൽ അതിൽ ആരോപിക്കപ്പെടുകയാണ്. അനുഭവത്തിന് അനുകൂലമല്ലാത്ത ശ്രുതി സ്വീകാര്യമല്ലെന്നും ശ്രീ ശങ്കരൻ അസന്ദിഗ്ധ ഭാഷയിൽ പ്രഖ്യാപനം ചെയ്യുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകം എന്ന കൃതിയുടെ ആമുഖമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. വിശ്വനാഥനായ ശ്രീ പരമേശ്വരന്റെ ദിവ്യസാന്നിധ്യത്താൽ പവിത്രമായ കാശി നഗരത്തിൽ ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്യുന്ന കാലം. ഗോവിന്ദയോഗിയുടെ ശിഷ്യനായ ആ മഹാപുരുഷന്റെ മഹത്വം പെട്ടെന്ന് തന്നെ കാശീപുര നിവാസികൾ തിരിച്ചറിഞ്ഞു. പവിത്രമായ ഗംഗാനദിയിൽ സ്നാനം ചെയ്ത വിശ്വനാഥനെ ദർശിക്കാൻ വിദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നത് അവിടെ അന്നും പതിവായിരുന്നു. ഗഹനമായ ശാസ്ത്രവിഷയങ്ങളിൽ അവഗാഹം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആശാകേന്ദ്രമായിരുന്നു ആ നഗരം. എന്തെന്നാൽ എല്ലാ വിഷയത്തിലും പ്രാവീണ്യം നേടിയ പ്രഗത്ഭമതിയുടെ പ്രവർത്തന രംഗമായിരുന്നു അത്. അക്കാരണങ്ങൾ ആ പുണ്യനഗരിയിൽ തിരക്കിനന്നും കുറവുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി തീർന്ന ആചാര്യസ്വാമികളുടെ കീർത്തി തീർത്ഥാടകർ പറഞ്ഞു, വിദ്യാവിചക്ഷണന്മാർ പ്രകീർത്തിച്ചും ഭാരതമെമ്പാടും അതിവേഗം പടർന്നു. അദ്ദേഹത്തെ കാണുവാനും ആ പാദങ്ങളിൽ നമസ്കരിക്കുവാനും ആ വാഗ്വൈഭവം കേൾക്കുവാനും ശിഷ്യത്വം സ്വീകരിച്ച് പഠിക്കുവാനും അന്തേവാസിയായി തീർന്ന് സന്യസിക്കുവാനും സ്വാത്വിക ബുദ്ധികൾ കാശി നഗരത്തിലേക്ക് ഓടിയെത്തി തുടങ്ങി. യാത്രാ സൗകര്യങ്ങൾ പേരിന് പോലും ലഭ്യമല്ലാതിരുന്ന അക്കാലത്തെ ബുദ്ധിമുട്ടുകളൊന്നും അവരുടെ ജ്ഞാനതൃഷ്ണയെ പ്രതിബന്ധിക്കാൻ പര്യാപ്തമായില്ല. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനു സമീപത്തുള്ള ഇടുങ്ങിയ വീഥികളിൽ കൂടി ഗംഗാതീരത്തേക്ക് പതിവ് പോലെ ആചാര്യസ്വാമികൾ നടന്നു പോകുമ്പോഴാണ് അവിചാരിതമായി ഒരു നളവ് സംഭവിച്ചത്. ഇടുങ്ങിയ ആ വഴി അടഞ്ഞു പോകുമാറ് ഭീമാകാരമായ ഒരു ചണ്ടാളൻ വേട്ടനായ്ക്കൾക്കൊപ്പം എതിരെ വരുന്നു. മാറിപ്പോകൂ എന്ന ആചാര്യസ്വാമിയുടെ ആജ്ഞയ്ക്ക് മുൻപിൽ ഒരു കൂസലുമില്ലാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചണ്ടാളൻ എല്ലാവരും കേൾക്കുമാർ ഇപ്രകാരം ചോദിച്ചു: അല്ലയോ സന്യാസി ശ്രേഷ്ഠ, അങ്ങ് മാറിപ്പോകാൻ ആജ്ഞാപിക്കുന്നത് ആരെയാണ്? ശരീരത്തെയോ അതോ ആത്മാവിനെയോ? ശരീരത്തെ ആസ്പദമാക്കിയാണ് ഈ കൽപ്പന എങ്കിൽ അത് യുക്തിസഹമല്ലല്ലോ. ചണ്ടാളനായ എൻ്റെ ശരീരവും ബ്രാഹ്മണനായ അങ്ങയുടെ ശരീരവും അന്നമയം തന്നെയാണ്. ഒരേ പദാർത്ഥം കൊണ്ട് നിർമ്മിതമായ അവകളിൽ ഭേദത്തിനു കാരണമില്ല. ആത്മാവിനോടാണ് മാറിപ്പോകാൻ പറയുന്നതെങ്കിൽ അത് സർവ്വവ്യാപിയല്ലേ? എന്നിലും അങ്ങയിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം എങ്ങോട്ട് മാറിപ്പോകാനാണ്? എങ്ങനെ മാറാനാണ്? മാറേണ്ട കാരണം എന്താണ്? അദ്വൈത ദർശനത്തെ അനുഭവവേദ്യമാക്കുന്ന മൗലികമായ ചോദ്യങ്ങളാണിവ. ശരീരം, ആത്മാവ് അഥവാ ചൈതന്യം എന്നീ രണ്ട് ഘടകങ്ങൾ ഏതു ജീവിയിലും കണ്ടെത്താം. ശരീരം നിർമ്മിതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാലാണ് മനുഷ്യ, മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷങ്ങൾ തുടങ്ങിയ സമസ്ത ചരാചരങ്ങളിലും അവ പലതല്ല, ഒന്നു തന്നെയാണ്. അതിനാൽ അതിൻ്റെ പേരിൽ ആരും അസ്പൃശ്യരാകുന്നില്ല. ആത്മാവാകട്ടെ സർവചരാചരങ്ങളിലും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്നു. ആത്മാവ് ഒന്നു മാത്രമേയുള്ളൂ, പലതില്ല. അതുകൊണ്ട് തന്നെ അത് സർവാന്തർയാമിയും ഏകവുമാണ്. ആത്മാവിന് വരാനുമാകില്ല, പോകാനുമാകില്ല. എല്ലാ ജീവികളിലും സ്ഥിതി ചെയ്യുന്ന ഒന്ന് മാത്രമാകിയാൽ അതിലും അസ്പൃശ്യത ആരോപിക്കാൻ സാധ്യമല്ല. സമസ്ത ചരാചരങ്ങളും ഒരേ ഒരു വസ്തുവിൽ, ഒരേ ഒരു പരമാത്മാവിൽ ഉണ്ടായി നിൽക്കുന്നവ മാത്രമാണ്. അതിനാൽ ആത്മാവ് മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് സത്യമെന്ന അദ്വൈത ദർശനം ഈ ചോദ്യങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. ചണ്ടാളന്റെ ഈ വിധമുള്ള ചോദ്യങ്ങൾ ശങ്കരാചാര്യരെ ഉളവാക്കിയത് അത്ഭുതാതങ്ങളായിരുന്നു. കണ്ടുനിന്നവരെ എല്ലാം വിസ്മയത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ചണ്ടാളന്റെ പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. ഇവിടെയാണ് ആചാര്യസ്വാമികളുടെ മഹത്വം ദർശിക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ഈ ചണ്ടാളൻ അദ്വൈതാനുഭവരസം പകർന്നു തന്ന ഗുരുവാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. സമസ്ത ചരാചരങ്ങളിലും ഒരേ ഒരു ബ്രഹ്മവസ്തുവിനെ ദർശിക്കുന്നവൻ അദ്ദേഹം ജനനം കൊണ്ട് ചണ്ടാളനായിരുന്നാലും ബ്രാഹ്മണനായിരുന്നാലും ഗുരു തന്നെ എന്ന ശ്രീ ശങ്കരാചാര്യർ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ അനുഭവത്തിലൂടെയാണ്. ചണ്ടാളവസ്തു സത് ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്നവസാനിക്കുന്ന മനീഷാ പഞ്ചകം എന്ന വേദാന്തസാര സംഗ്രഹമായ ശ്ലോകങ്ങൾ അദ്ദേഹം അപ്പോൾ ചൊല്ലി ചണ്ടാളരൂപിയായ ആ ചൈതന്യത്തിന് പ്രമാണമർപ്പിച്ചു. അതാണ് പ്രസിദ്ധമായ മനീഷാ പഞ്ചകം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചണ്ടാളന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ചണ്ടാളകുലത്തിൽ പിറന്ന അദ്ദേഹമാണ് തന്റെ ഗുരുവെന്ന് ഉദ്ഘോഷിച്ചെടുത്താണ് ശ്രീ ശങ്കരാചാര്യർ ജഗദ്ഗുരുവായി തീരുന്നത്.
സർവ്വവിധത്തിലുമുള്ള ഉച്ചനീച വിചാരങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ കരുത്തുറ്റ മഹാമന്ത്രമാണ് ആചാര്യസ്വാമിയുടെ വാക്കുകൾ. എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ഏകത്വത്തെ ദർശിക്കാൻ ശ്രീ ശങ്കരാസ്വാമികളുടെ ഈ അവതാര ജയന്തി ദിനം നമുക്ക് ശക്തി പകരട്ടെ. വിശ്വശാന്തിക്കുതകുന്ന സച്ചരിതമാണ് ആചാര്യന്റെ ജീവിതം. അദ്വൈത വേദാന്ത ദർശനം മുന്നോട്ട് വയ്ക്കുന്ന ഏകത്വ ദർശനമാണ് മനീഷാ പഞ്ചകം എന്ന ലഘുകൃതിയുടെ കാതൽ. കഥാരൂപത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട് അതിനൊരു ചാരുത ഉണ്ടായേക്കാം, പക്ഷേ ദർശനമാണ് കരുത്ത്. മനീഷാ പഞ്ചകവും അതിലെ സമത്വ ദർശനവും നമ്മുടെ ബുദ്ധിയെ തെളിയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. നമസ്കാരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം ആദി ശങ്കരാചാര്യ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ സെമിനാറിൽ അവിടുത്തെ MA വിദ്യാർത്ഥിയായ ഞാൻ ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതത്തെക്കുറിച്ചും ദാർശനിക ചിന്തയെക്കുറിച്ചും ഒരു ആമുഖം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ശ്രീ ശങ്കരാചാര്യ ജയന്തി. ശങ്കരാചാര്യ ജയന്തി എല്ലാ കൊല്ലവും തത്വജ്ഞാനി ദിനമായി നാം ആചരിക്കുന്നു. അജ്ഞാനത്തിന്റെ തമസിൽ ആണ്ടുപോയ ഭാരതഭൂമിയെ ഒരു ജ്ഞാനസൂര്യനായി പുനരുദ്ധരിച്ച ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനം. വ്യാസനും വാൽമീകിക്കും ശേഷം മനുഷ്യരാശിയുടെ ആധ്യാത്മിക ഉദ്ദീപനത്തിന് സംഭാവന നൽകിയ മഹാമനീഷിയായിരുന്നു ശങ്കരാചാര്യർ. വേദാന്ത തത്വചിന്തയിലെ അദ്വൈത ദർശനത്തിന്റെ പ്രധാനപ്പെട്ട പ്രയോക്താവാണ് ശ്രീ ശങ്കര ഭഗവത് പാദർ. നൂറ്റാണ്ടുകളായി ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും വെല്ലുവിളി നേരിട്ടിരുന്ന സനാതന വൈദിക സംസ്കൃതിക്ക് ഇന്ത്യയിൽ ദാർശനിക അടിത്തറ പാകിയ വ്യക്തിയാണ് ശങ്കരാചാര്യർ. അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിഭദ്രമായ പുനരാവിഷ്കാരം നൽകിയ ഇദ്ദേഹത്തെ ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കുന്നു. കേരളത്തിലെ കാലടിക്കടുത്ത് ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അദ്ദേഹം ഗോവിന്ദ ഭഗവത് പാദർ തന്റെ ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു. പല വിശ്വാസമുള്ള തത്വചിന്തകരുമായുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 300-ലധികം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ശ്രീ ശങ്കരാചാര്യർ. വേദാന്ത ദർശന സാരമായ പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളാണ് ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാന രചന. ശങ്കരാചാര്യ കൃതികൾ മധുര മനോഹരങ്ങളാണ്. ആ വാഗ്മയങ്ങൾ സംഗീതാത്മകങ്ങളാണ്. അദ്വൈത ദർശന സാരം ഭാരതത്തിന്റെ നാനാദിക്കുകളിലും പ്രചരിപ്പിക്കുന്നതിനായി ആദിശങ്കരൻ 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. വടക്ക് ഉത്തരാഞ്ചലിലെ ബദ്രിനാഥിൽ സ്ഥാപിച്ച ജ്യോതിർമഠം, പടിഞ്ഞാറ് ഗുജറാത്തിലെ ദ്വാരകയിൽ സ്ഥാപിച്ച ദ്വാരകാപീഠം, കിഴക്ക് ഒറീസയിലെ പുരിയിൽ സ്ഥാപിച്ച ഗോവർദ്ധന മഠം, തെക്ക് കർണാടകയിലെ ശൃംഗേരിയിൽ സ്ഥാപിച്ച ശാരദാപീഠം എന്നിവയാണവ. ഇദ്ദേഹത്തിന്റെ 4 മുഖ്യ ശിഷ്യന്മാരെ ഈ മഠങ്ങൾ നടത്തിപ്പിനെ ഏൽപ്പിച്ചു. സുരേശ്വരാചാര്യർ, ഹസ്താമലകാചാര്യർ, പത്മപാദാചാര്യർ, തോടകാചാര്യർ എന്നിവരാണവർ. ശൃംഗേരി മഠം. തെക്ക് ശൃംഗേരി തുംഗഭദ്രാ നദീതീരത്ത് ശൃംഗേരി മഠം സ്ഥാപിച്ചു. സ്വശിഷ്യനായ സുരേശ്വരാചാര്യരെ ഭഗവത് പാദർ അവിടെ അധിപതിയായി വാഴിച്ചു. ഈ പരമ്പരയിൽ പെട്ട സന്യാസിമാരുടെ പേരിനോടൊപ്പം സരസ്വതി, ഭാരതി, പുരി എന്നിവയിലൊന്ന് ബിരുദമായി ഉണ്ടായിരിക്കും. ബ്രഹ്മചാരികൾക്ക് ചൈതന്യ ബിരുദവും കാണും. യജുർവേദമാണ് അവരുടെ മുഖ്യവേദം. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യമാണ് അവരുടെ അനുസന്ധാന വാക്യം. ദക്ഷിണേന്ത്യയുടെ ആധ്യാത്മിക രക്ഷണം നോക്കി നടത്തേണ്ടത് ശൃംഗേരി മഠത്തിന്റെ ചുമതലയാകുന്നു. അടുത്തത് ശാരദാമഠം. ദ്വാരകയിൽ സ്ഥാപിതമായ ശാരദാമഠത്തിന്റെ അധിപനായി ഹസ്താമലകൻ എന്ന ശിഷ്യൻ നിയോഗിക്കപ്പെട്ടു. തീർത്ഥനെന്നോ ആശ്രമമെന്നോ ആയിരിക്കും ഈ മഠത്തിലെ സന്യാസിമാരുടെ നാമോപാധി. സ്വരൂപം എന്ന് ബ്രഹ്മചാരികൾക്കും. തത് ത്വം അസി എന്നതാണ് അവർക്കുള്ള മഹാവാക്യം. സാമവേദമാണ് അവരുടെ മുഖ്യ അധ്യയന ഗ്രന്ഥം. ഇന്ത്യയുടെ പശ്ചിമ ഭാഗത്തിന്റെ ആധ്യാത്മിക മേൽനോട്ടം ഈ മഠത്തിനാകുന്നു. ഇനിയുള്ളത് ജ്യോതിർമഠം. ബദരിയിൽ സ്ഥാപിച്ച മഠത്തിന് ജ്യോതിർമഠം എന്നാണ് പേർ. ശ്രീമഠം എന്നും ഇതിനൊരു പേരുണ്ട്. തോടകാചാര്യരായിരുന്നു ഇവിടുത്തെ അധിപതി. ഗിരി, പർവ്വതം, സാഗരം ഇവയാണ് ഈ മഠത്തിന്റെ സന്യാസിമാരുടെ നാമബിരുദങ്ങൾ. ആനന്ദബിരുദം ബ്രഹ്മചാരികൾക്കും. അവർ അഥർവവേദം അഭ്യസിക്കുന്നു.
അയം ആത്മാ ബ്രഹ്മ എന്നതാണ് അവർക്കുള്ള മഹാവാക്യം. ഉത്തരേന്ത്യ ഈ മഠത്തിന്റെ ആധ്യാത്മിക മണ്ഡലമാകുന്നു. ഇനി ഗോവർദ്ധന മഠം. കിഴക്കുപുരിയിൽ സ്ഥാപിതമായ മഠമാണ് ഗോവർദ്ധന മഠം. പത്മപാദരാണ് അവിടുത്തെ ആദ്യത്തെ അധിപതി. വനമെന്നോ ആരണ്യമെന്നോ ആയിരിക്കും അവിടുത്തെ സന്യാസിമാരുടെ നാമബിരുദം. പ്രകാശമെന്ന് ബ്രഹ്മചാരികളുടെയും. അവരുടെ മുഖ്യവേദം ഋഗ്വേദമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം കൊണ്ടാണ് അവർ ദീക്ഷിതരാകുന്നത്. പൂർവേന്ത്യയിലെ ജനങ്ങൾ ഈ മഠത്തെയാണ് തങ്ങളുടെ ആധ്യാത്മിക രക്ഷാ കേന്ദ്രമായി കരുതുന്നത്. ഈ 4 മഠങ്ങളിലൂടെയും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സമഗ്ര ഭാരതത്തിന്റെ ആധ്യാത്മിക ശ്രേയസ്സിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഈ മഠത്തിന്റെ സമർത്ഥമായ ഭരണനിർവഹണത്തിന് ആവശ്യമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന മഠാന്യായം, മഹാനുശാസനം എന്ന 2 ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. ഈ മഠങ്ങളിലെ അധിപതികൾ അതതിടങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളിൽ ധർമ്മശ്രദ്ധയും ആത്മബോധവും വളർത്തണമെന്നും ആചാര്യർ അനുശാസിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ദാർശനിക സമന്വയം സാധിച്ച മഹാമനീഷിയായിരുന്നു അദ്ദേഹം. ലോക ദാർശനിക മേഖലയിൽ തന്റെ മേധാശക്തി കൊണ്ട് അസാമാന്യ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആദിശങ്കരാചാര്യർ. ഭാരതത്തിൽ തത്വചിന്ത അഥവാ ഫിലോസഫി ദർശനം എന്നാണ് അറിയപ്പെടുന്നത്. വ്യക്തിജീവിതത്തെയും പ്രപഞ്ച ജീവിതത്തെയും കുറിച്ചുള്ള ശരിയായ കാഴ്ചയാണിത്. ചിന്തയ്ക്കപ്പുറം അഥവാ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതീതമായ ഒന്നാണ് യഥാർത്ഥ ദർശനം. അത് അനുഭൂതിയാണ്. അനുഭൂതിയുടെ സത്തയാണത്. അറിയപ്പെടുന്നത്, അറിയപ്പെടുന്നയാൾ, അറിവ്, അറിയുന്ന പ്രക്രിയ എന്ന ത്രിപുടിക്കപ്പുറം പോയ ഗുരുക്കന്മാരുടെ ദർശനത്തെ പിൻപറ്റുക മാത്രമാണ് തത്വചിന്തകർ ചെയ്യുന്നത്. ശ്രുതിയെ പോലെ തന്നെ യുക്തിക്കും അനുഭൂതിക്കും പ്രാധാന്യം നൽകി തത്വചിന്തയാണ് ശ്രീ ശങ്കരാചാര്യരുടേത്. തത്വചിന്തയുടെ മാനദണ്ഡത്തിനപ്പുറമാണ് അനുഭൂതിയുടെ ആ അവസ്ഥ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശ്രീ ശങ്കരാചാര്യരുടെ ബാല്യമടക്കമുള്ള ജീവിതത്തെക്കുറിച്ച് അനേകം ഐതിഹ്യങ്ങളുണ്ട്. പലതും വ്യക്തമായ ചരിത്രരേഖകളില്ലാത്തവയാണ്. അനേകം കഷ്ടതകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ജ്ഞാനാർജനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. 5-ാം വയസ്സിൽ അക്ഷരാഭ്യാസം തുടങ്ങി, 8-ാം വയസ്സിൽ വേദവും 12-ാം വയസ്സിൽ സർവ്വശാസ്ത്രങ്ങളും പഠിച്ചുവെന്നും 16-ാം വയസ്സിൽ ഭാഷ്യം നിർമ്മിച്ചുവെന്നും ശങ്കരാചാര്യ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 32 വയസ്സ് വരെ മാത്രം നീണ്ട ജീവിതം കൊണ്ട് തന്നെ ശങ്കരാചാര്യർ ദിഗ്വിജയം നടത്തി. ജ്ഞാനം കൊണ്ട് ദിക്കുകളെ ജയിച്ച് സർവജ്ഞാന പീഠം കയറി. അദ്വൈത പാരമ്പര്യത്തെ സുശക്തമാക്കി. ബാദരായണൻ, ശുഗൻ, ഗൗഡപാദർ, ഗോവിന്ദ ഭഗവത് പാദർ എന്നിവയിങ്ങനെയുള്ള പരമ്പര ശങ്കരാചാര്യരിലൂടെ തുടർന്നു. ബുദ്ധനു ശേഷം സന്യാസി സമ്പ്രദായത്തെ നവീകരിച്ച് ദശനാമി സമ്പ്രദായം സ്ഥാപിച്ചു. ബദ്രിനാഥം, ജഗന്നാഥപുരി, ദ്വാരക, ശൃംഗേരി എന്നിവിടങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ച് രാഷ്ട്രതന്ത്ര ഭാവനയെ ഉണർത്തി. വേദാന്തം കേവലം ഒരു തത്വചിന്താ പദ്ധതി മാത്രമല്ല, പ്രായോഗികമായ പ്രവർത്തനാ പദ്ധതി കൂടിയാണെന്ന് അറിയണമെങ്കിൽ ആചാര്യസ്വാമികളുടെ ജീവിതത്തിലൂടെ നാം ഒരു തീർത്ഥയാത്ര നടത്തണം. ഭാരതത്തെ ഏകമായി ദർശിച്ചു ശ്രീ ശങ്കരാചാര്യർ. ഭാരതത്തിലെ കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾ ഒന്നു മറ്റൊന്നുമായി എപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ വിഘടിച്ചു നിന്ന ഒരു കാലഘട്ടത്തിൽ വർണ്ണം, ഭാഷ മുതലായവയുടെ മറയ്ക്കുള്ളിൽ ശിഥിലീകരണത്തിന്റെ അടിത്തട്ടിലേക്ക് ഭാരതം നീങ്ങിയ ഒരു ദശാസന്ധിയിൽ ഭാരതീയ സംസ്കാരത്തിനും ജീവിതത്തിനും സർവത്ര ഏകീഭാവം മാത്രമാണുള്ളതെന്ന് ഭാരതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചുകൊണ്ട് ആചാര്യപാദർ ഉദ്ഘോഷിച്ചു. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. സത്യവസ്തു ഒന്നേയുള്ളൂ, ജ്ഞാനികൾ പല വിധത്തിൽ അതിനെ വിളിക്കുന്നു എന്ന ഋഗ്വേദ സൂത്രത്തിന്റെ മാറ്റുലിയാണ് ശങ്കരഭാഷ്യത്തിൽ സർവത്ര നാം ദർശിക്കുന്നത്. അതിനാൽ ബഹുസ്വരതകളും പ്രാദേശിക സാംസ്കാരിക ഭേദങ്ങളും നിലനിൽക്കുമ്പോഴും ഭാരതത്തെ ദാർശനികമായ ഐക്യത്തിലേക്ക് നയിച്ച ശ്രീ ശങ്കര ഭഗവത്പാദരുടെ സേവനം ഭാരതീയ സംസ്കാരത്തിന് ഐക്യരൂപം കൈവരുത്താനുള്ള പ്രയാണത്തിൽ നമുക്ക് മാർഗദർശകമാകുന്നതാണ്. വൈദിക ധർമ്മത്തിനെതിരെ കാഹളം മുഴുകിയ ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു ശ്രീ ശങ്കരാചാര്യരുടെ ജനനം. വേദങ്ങളുടെ സാരം കർമാചരണങ്ങളിലൂടെയല്ലെന്നും അത് വേദാന്തത്തിന്റെ ദാർശനിക കരുത്തിലാണ് നിലനിൽക്കുന്നതെന്നും തന്റെ ഭാഷ്യരചനയിലൂടെയും അദ്വൈത പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം സ്ഥാപിച്ചു.
വേദവേദാന്ത ശാസ്ത്രങ്ങൾ മുഴുവനും അധ്യയനം ചെയ്തതിനു ശേഷം രാഷ്ട്രതന്ത്രത്തിന്റെ ഒരു ദിശയിൽ നിന്നും മറ്റു ദിശയിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് സമസ്ത ഭാരതത്തിന്റെയും ഹൃദയ സംഭാവന ആചാര്യർ ഹൃദയസ്ഥമാക്കി. നശ്വരമായ ധരണിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ ഭാരതത്തിന്റെ ആചാര്യസ്വാമികൾ നടത്തിയത് ഒരു ദാർശനിക ദിഗ്വിജയ യാത്രയായിരുന്നു. ജ്ഞാനികളിൽ വെച്ച് മഹാജ്ഞാനിയും വേദാംഗ പരാംഗതനുമായ ആചാര്യർ പ്രതിപക്ഷങ്ങളെ ജയിച്ചത് ബുദ്ധിശക്തിയോടൊപ്പം ഹൃദയ നൈർമല്യവും കൊണ്ടാണ്. ഹൃദയത്തെ ജയിച്ചു കഴിഞ്ഞാൽ ഏവരുടെയും ബുദ്ധിയും സ്വാധീനമായിക്കൊള്ളുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ആദിശങ്കര ജയന്തി ദിനത്തിൽ ഭാരതം കണ്ട മഹാമനീഷിയുടെ ജീവിതത്തിലൂടെയും ദർശനങ്ങളിലൂടെയുമുള്ള സബലമായ ഒരു ആത്മസഞ്ചാരമാണ് നമുക്ക് യുവതലമുറയ്ക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു ആമുഖം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം ശ്രീ ശങ്കര ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ വെബിനാറിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ MR ലൗലി ടീച്ചർ, സമാദരണീയനായ ഉദ്ഘാടകൻ പ്രൊഫസർ മുരളി മാധവൻ സാർ, മുഖ്യ പ്രഭാഷക ഡോക്ടർ K മുത്തുലക്ഷ്മി ടീച്ചർ, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ സെമിനാറിൽ പങ്കുകൊണ്ട ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ ശങ്കരാചാര്യരുടെ ദർശനങ്ങളും അദ്ദേഹം ഭാരതീയ സംസ്കൃതിക്ക് നൽകിയ സംഭാവനകളും തിരിച്ചറിയുകയും അതിന്റെ താത്വിക പരിസരം ഭാരതത്തിന്റെ സമകാലിക ജീവിത സാഹചര്യങ്ങളിൽ എത്രമാത്രം നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിനാലാണ് ശ്രീ ശങ്കര ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. മഹാനായ ഒരു താത്വികാചാര്യന്റെ ജയന്തി അദ്ദേഹത്തിന്റെ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ടാവണം ആചരിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ ഭീതിയിൽ കഴിയുന്ന ഇക്കാലത്ത് മനുഷ്യ മനസ്സുകളിൽ ശ്രീ ശങ്കരാചാര്യരുടെ ദർശനങ്ങൾ നൽകുന്ന ആത്മീയ ധീരത നിറയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം ഈ വെബിനാർ സംഘടിപ്പിച്ചത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഉദാത്തമായ ചിന്ത വീണ്ടും വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ലോകത്തിനെല്ലാം സുഖവും ശാന്തിയും ഉണ്ടാവാനായി പ്രാർത്ഥിക്കാം. ഈ വെബിനാറിൽ കൃതജ്ഞത അർപ്പിക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ ഞങ്ങളുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ MR ലൗലി മിസ്സിന് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ലോക്ക്ഡൌൺ ദിവസങ്ങളിലും ലോകമെങ്ങുമുള്ള തന്റെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന തിരക്കിൽ തന്നെയാണ് ആദരണീയനായ മുരളി മാധവൻ സാർ. ഞങ്ങൾക്ക് എന്നും ധൈര്യവും അനുഗ്രഹവുമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. സാറിനും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ K മുത്തുലക്ഷ്മി ടീച്ചർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ശ്രീ ശങ്കരാചാര്യർ എന്ന പ്രതിഭയുടെ വൈശിഷ്ട്യം നമ്മുടെ മുന്നിൽ വരച്ചുകാട്ടി. ടീച്ചറോടുള്ള സംസ്കൃത വിഭാഗത്തിന്റെ നന്ദി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. അതിപ്രൗഢമായ ആശയങ്ങൾ നിറഞ്ഞ ഒരു പ്രബന്ധാവതരണത്തിലൂടെ നമ്മെ പ്രചോദിപ്പിച്ച കാലടി ശ്രീ ശങ്കര കോളേജിലെ വേദാന്ത വിഭാഗം അധ്യാപകൻ ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മ സാറിനും ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായ ഡോക്ടർ EK സുധ ടീച്ചർ, ഡോക്ടർ CN ഉമ ടീച്ചർ, കനകധാര സ്തോത്രം ആലപിച്ച ഡോക്ടർ വിഷുജ ടീച്ചർ, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ MA വിദ്യാർത്ഥികളായ കുമാരി ലക്ഷ്മി KM, കുമാരി നയന എന്നിവർക്കും ഈ പരിപാടി സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗ അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ടീച്ചർക്കും നന്ദി പ്രകാശിപ്പിക്കട്ടെ. ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിലെ എൻ്റെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ഈ വെബിനാർ ആസ്വദിച്ച ധാരാളം അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് സർക്കാർ ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമുക്ക് ലോകം ഭയപ്പെടുന്ന COVID-19 എന്ന മഹാമാരിയെ നിവാരണം ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ വെബിനാർ ഇവിടെ പരിസമാപിക്കുകയാണ്. ആചാര്യസ്വാമികളുടെ ഈ ജയന്തി ദിനത്തിൽ ശ്രീശങ്കരാചാര്യരുടെ ജീവിതത്തെ, യുക്തിയുക്തമായ അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികളെ അല്പമെങ്കിലും അറിയുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ സെമിനാറിന്റെ പിന്നിൽ. ഭാരതത്തിന്റെ വേദാന്ത ദർശനം
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ജിജ്ഞാസുക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ചിന്താപരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദർശനമാണ്. അദ്വൈത വേദാന്തത്തിന്റെ ദാർശനിക പരിസരത്തിൽ നിന്നാണ് ഭാരതം ധീരമായി ഈ നാടിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നേടിയത്. അദ്വൈതം പ്രപഞ്ചത്തെ ആകെ ഒന്നായി നിർത്തുന്ന ജീവിത ദർശനമാണ്. എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി, വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ഒക്കെ അതീതമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്ന് എന്ന് തിരിച്ചറിയുന്ന ഒരു ജീവിത ദർശനമാണ് അദ്വൈതത്തിന്റേത്. ആചാര്യസ്വാമികളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോതാ ജഗത് സാക്ഷിണി, ബ്രഹ്മാവ് മുതൽ ഇങ്ങൊരു കൊച്ചുറുമ്പിൽ വരെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളിലും സത്തായി, ചൈതന്യമായി, ഉണ്മയായി, ഊർജമായി നിലനിൽക്കുന്ന ഒരു ഏക ചൈതന്യത്തെ, ആ തിരിച്ചറിവിലാണ് അദ്വൈത ദർശനത്തിന്റെ പൂർണ്ണത. എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി ലോകത്തെ മുഴുവൻ സമന്വയിക്കുന്ന ഈ ദർശനം ഇന്നത്തെ സമകാലിക ലോകത്തിന്റെ വലിയൊരു സാധ്യതയാണ്, വലിയൊരു പ്രതീക്ഷയാണ്. ഭാരതത്തിന്റെ അദ്വൈത ചിന്തയെ, അതിന്റെ പ്രയോക്താക്കളിൽ പ്രമുഖനായ ആചാര്യസ്വാമികളെ അറിയുന്നതിനും പഠിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ദർശനം തിരിച്ചറിയുന്നതിനുമുള്ള ദിവസമായി നമുക്ക് ഈ ജയന്തി മനസ്സിലാക്കാം. അത്തരത്തിലുള്ള ഒരു സഫലമായ ശ്രമത്തിന്റെ ഭാഗമായ എല്ലാ സഹൃദയർക്കും ഹൃദയപൂർവ്വം ശ്രീകൃഷ്ണ കോളേജിന്റെ വിശിഷ്യ സംസ്കൃത വിഭാഗത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.